പ്രൈസ് ദി ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തില് വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വ്യത്യസ്തമായ ജീവിതാനുഭവം, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തകളുമായി ഓരോ ദിവസവും നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം ഒരുക്കി തരുന്ന നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓരോ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഈ ശുശ്രൂഷ അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്ന വിവരം ഞങ്ങളെ വിളിച്ചറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ചാനലിലൂടെ വന്നതായ സാക്ഷ്യം, വചനചിന്തകൾ ഒരുപാട് പേർക്ക് ആത്മീയ ഉത്തേജനം പകരുന്നതിനും വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങളുടെ ജീവിതത്തിൽ ഒക്കെ അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ ആത്മീയ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്നും ഞങ്ങളോടൊപ്പം നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുവാൻ നമുക്ക് ഒരുമിച്ച് നമ്മോടൊപ്പം ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി റസിയത്ത് എബ്രഹാമാണ്. കർത്താവിൻ്റെ ദാസിയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ, നടത്തിയ വഴികൾ, കർത്താവിലേക്ക് വരുവാനിടയായി തീർന്ന സാഹചര്യങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് അനുഗ്രഹമായിരിക്കും. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നിങ്ങൾ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലിന് കാരണമായി തീരും. ദൈവനാം മഹിമപ്പെട്ട് പ്രാർത്ഥനയുടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി റസിയത്ത് എബ്രഹാമിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. എന്തൊക്കെയുണ്ടമ്മ വിശേഷങ്ങള്? ദൈവകൃപയാൽ സന്തോഷമായിരിക്കുന്നു. ഓക്കെ മാമ, അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം ഒന്ന് പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് എന്നൊന്ന് പറയാമോ? ഞാനിപ്പോൾ കുവൈറ്റിലാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഞങ്ങൾക്ക് 3 മക്കളാണ്, 3 പെൺകുഞ്ഞുങ്ങൾ. അവർ 3 പേരും ഇപ്പോൾ 3 സ്ഥലത്തായിരിക്കുന്നു, ജോലിയും പഠിത്തവും ഒക്കെ ആയിട്ട്. ദൈവകൃപയാൽ ദൈവം ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നു. സ്തോത്രം. അരോമ ടി വിയിലെ പ്രേക്ഷകരോട് കർത്താവിൻ്റെ ദാസിയെ പരിചയപ്പെടുത്തിയതിന് വളരെ സന്തോഷമുണ്ട്. ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് മുന്നേ ജീവിതത്തിലെ ബാല്യകാല സ്മരണകൾ, മാതാപിതാക്കന്മാരെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ, സഹോദരങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ ജനിച്ചു വളർന്നത് കരുനാഗപ്പള്ളി, കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കരുനാഗപ്പള്ളി എന്ന സ്ഥലത്താണ്. എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 6 മക്കളാണ്. അതിൽ 4ാമത്തെ മകളാണ് ഞാൻ. എനിക്ക് മൂത്ത ഒരു സിസ്റ്റർ, 2 ബ്രദേഴ്സ്, ഇളയ 2 അനുജത്തിമാർ. ഇതായിരുന്നു ഞങ്ങളുടെ കുടുംബം. എൻ്റെ മാതാപിതാക്കൾ, ഞങ്ങൾ വളരെ സ്നേഹവും കരുതലും ഒക്കെ ഉള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. സാമ്പത്തികമായിട്ട് വലിയ ഭദ്രതയൊന്നും ഇല്ലായിരുന്നുവെങ്കിലും ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിരുന്നു. ഞങ്ങളെ വളരെ ചെറുപ്പത്തിലെ തന്നെ ദൈവഭയത്തിലും ദൈവഭക്തിയിലും ഒക്കെ വളർത്തി. അതുപോലെ തന്നെ ഞങ്ങളെ കരുതുന്ന കാര്യത്തിൽ, വിദ്യാഭ്യാസം തരുന്ന കാര്യത്തിലൊക്കെയും എൻ്റെ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിച്ചിരുന്നു. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. എൻ്റെ മാതാവ് കഴിഞ്ഞ വർഷം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ പിതാവുണ്ട്. ഞങ്ങൾ 6 സഹോദരങ്ങളും കുടുംബമായിട്ട് വിവിധ സ്ഥലങ്ങളിലായിട്ടായിരിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ നടത്തി. ഓക്കെ, വിദ്യാഭ്യാസ കാലയളവിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ ഒന്ന് പറയാമോ? അതെ, ഞാൻ ബാല്യകാലമൊക്കെയും എല്ലാ കുഞ്ഞുങ്ങളെയും പോലെയും അനുഗ്രഹത്തോടെ ആയിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രതക്കുറവ് നമുക്ക് ചെറുപ്രായത്തിൽ അതൊക്കെ നമ്മളെ വളരെ സ്വാധീനിക്കും. കാരണം എല്ലാവരും കുഞ്ഞുങ്ങൾ കളിച്ച് നടക്കുന്ന സമയത്ത് ഒരു പക്ഷേങ്കിൽ എൻ്റെ മാതാപിതാക്കളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും അനുഗ്രഹിക്കപ്പെട്ട ഒരു ബാല്യമായിരുന്നു. വിദ്യാഭ്യാസമൊക്കെയും വളരെ മോശമില്ലാതൊക്കെ ഒരു എബോവ് ആവറേജ് സ്റ്റുഡൻ്റായിട്ടൊക്കെ പഠിക്കുന്ന കാരണം വളരെ കുഴപ്പമില്ലാതൊക്കെ പോയി. അനുഗ്രഹമായിരുന്നു. നല്ല ഓർമ്മകളൊക്കെയും ധാരാളം കർത്താവ് നൽകി തന്നിട്ടുണ്ട്.
ഞാനിത് പറയുമ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എൻ്റെ മാതാവിനോട് ചെറുപ്പത്തിൽ ചോദിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ മാതാവിൻ്റെ സഹോദരങ്ങൾ അവർ ഗവൺമെൻറ് ജോലിയൊക്കെ ഉള്ളവരായതുകൊണ്ട് എൻ്റെ കസിൻസൊക്കെ അവരൊക്കെ നല്ലതുപോലെയൊക്കെ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ എൻ്റെ ഭവനമാണെങ്കിൽ ഒരു ചെറിയ ഓല മേഞ്ഞ വീടാണ്. അവരുടെയൊക്കെ ഓടിട്ട വീടാണ്. അന്ന് ഈ ടെറസ്ഡ് ബിൽഡിങ്ങിനേക്കാൾ കൂടുതൽ ഓടിട്ട വീടുകളാണല്ലോ അന്ന്. ടെറസ്ഡ് ബിൽഡിങ്ങുകളൊന്നും അധികം ഇല്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മാതാവിനോട് ചോദിച്ചിട്ടുണ്ട്, ദൈവം എന്താ ഇങ്ങനെ പക്ഷാഭേദം കാണിക്കുന്നത്, എല്ലാവരെയും എന്താ ഒരുപോലെ ആക്കാത്തത്? നമ്മുടെ ചെറിയ വീടാണല്ലോ. പ്രത്യേകിച്ച് ഈ ടീച്ചേഴ്സൊക്കെ, ഞങ്ങൾ കരുനാഗപ്പള്ളി ഒരു പട്ടണമാണ്. സ്കൂളും അങ്ങനെ ഒത്തിരി ഇച്ചിരി അടുത്ത സ്ഥലങ്ങളൊക്കെയും മറ്റ് ഓഫീസുകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ടീച്ചേഴ്സൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ ഒക്കെ അടുത്തൂടെ പോകുമ്പോൾ നമുക്ക് കൊച്ചുകുട്ടികളല്ലേ, ഒരു വിഷമമാണ് നമ്മുടെ വീട് ചെറുതായിരിക്കുമ്പോഴൊക്കെ. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ മാതാവിനോട്, ദൈവം എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ, പക്ഷാഭേദം കാണിക്കുന്നല്ലോ, കുറച്ച് പേരൊക്കെ നല്ല സൂചിച്ച് ജീവിക്കുന്നല്ലോ എന്നൊക്കെ. അപ്പോൾ എൻ്റെ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, മോളെ, നമ്മളെക്കാൾ ഇങ്ങനെ വലിയ പൊസിഷനിലുള്ളവരെ അല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മളെക്കാൾ ഒത്തിരി താണ നിലയിൽ ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ അവരെ നോക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. ദൈവം എല്ലാവരും ഒരുപോലെ ആക്കി കഴിഞ്ഞാൽ ദൈവത്തെ വിളിക്കുവാനൊന്നും ആരും കാണുകയില്ല എന്നുമ്മ പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെ ചെറുപ്രായത്തിൽ ഒരു ദൈവത്തിൻ്റെ ഒരു, അതായത് ദൈവം ഉണ്ടെന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് ഞങ്ങൾ വളർന്നു വന്നത്. എന്നെങ്കിലും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തകളൊക്കെയും കടന്നു വന്നിട്ടുണ്ട്. ഞാനതൊക്കെ ഓർക്കും. നമ്മളുടെ ഒരു ചെറിയ ചിന്ത പോലും ദൈവം അതെല്ലാം നമുക്കത് വെളിപ്പെടുത്തി തരും. അതായത് നമ്മുടെ കുഞ്ഞു പ്രായത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതൊക്കെയും ദൈവം നമുക്കത് വെളിപ്പെടുത്തി തരും. അതുപോലെ തന്നെ ഞാൻ ആണെങ്കിൽ കരുനാഗപ്പള്ളി ആ ദേശത്ത് മുസ്ലിംസായിട്ട് ഞങ്ങളുടെ 2-3 കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഹിന്ദുക്കളാണ്. ഞങ്ങളുടെ ചുറ്റും ഹിന്ദുക്കളായിട്ടുള്ളവരാണ്. ക്രിസ്ത്യൻസ് ഒറ്റ വ്യക്തി പോലും ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ ഞങ്ങളിങ്ങനെ പഠിക്കുമ്പോൾ പിന്നെ നമ്മൾ ഈ ക്രിസ്തു മതത്തെക്കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചൊക്കെ ആകെ പഠിച്ചിരിക്കുന്ന ഓരോ ചെറിയ ചെറിയ പാരഗ്രാഫുകളാണ്. അതായത് യേശു ക്രിസ്തു മതസ്ഥാപകൻ, ഇന്ന വർഷം അങ്ങനെ ജനിച്ചത്, അങ്ങനെയുള്ള ഒരു ചെറിയ കാലയളവിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട്, ബുദ്ധമതം ഇങ്ങനെ, അതെങ്കിൽ ജൈനമതം, അങ്ങനെയൊക്കെയുള്ള ആ ചെറിയ ചെറിയ പാരഗ്രാഫിലുള്ള ഒരു ക്രിസ്തുവിനെയാണ് ഞാൻ അന്ന് വരെ അറിഞ്ഞിട്ടുള്ളത്. അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എനിക്കറിയാം മുഹമ്മദ് നബി ഒരു നബിയാണ്, ദൈവമായിട്ട് ആരും ആരാധിക്കുന്നില്ല. അപ്പം ഈ യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് എന്തുകൊണ്ട് ആരാധിക്കുന്നത്? ഞാൻ അന്ന് എൻ്റെ ആ ചെറിയ പ്രായത്തിൽ, എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, പക്ഷെ എൻ്റെ മനസ്സിൽ ആ ചിന്ത എനിക്ക് കടന്നു വന്നിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇതിനെ ഇവർ ക്രിസ്ത്യാനികൾ എന്തൊരു വിഡ്ഢികളാ, ഇവരെങ്ങനെ യേശു ക്രിസ്തുവിനെ ഇങ്ങനെ ദൈവമായിട്ട് എങ്ങനെ ആരാധിക്കുന്നത്? എൻ്റെ കൺസെപ്റ്റിലുള്ള ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ശക്തി, ആർക്കും അടുത്തൂടാത്തൊരു ഇതിൽ ഒരു ശക്തി. നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ത്രൂ വല്ലതുമൊക്കെ കൊടുത്ത്, അതായത് നേർച്ചയും കാഴ്ചയൊക്കെ കൊടുത്ത് വേണം. അല്ലെങ്കിൽ പല പല സ്ഥലങ്ങളിൽ ഇപ്പം അന്നൊക്കെ നമ്മൾ കാണുന്നതല്ലേ, ഇപ്പം ഞാനൊക്കെ വരുമ്പം ഇങ്ങനെ പലയിടത്ത് പോകുന്നു, അങ്ങനെയൊക്കെയാണ് പ്രീതി കിട്ടുകയുള്ളൂ. ഇതൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ ഞാൻ ഓർക്കുന്ന, ദൈവം എന്നെ ഇതിലേക്കൊക്കെ നടത്തുവാൻ, ദൈവം അതൊക്കെ എൻ്റെ ആ ചെറിയ ചിന്തകളെ എല്ലാം ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുവാൻ കർത്താവിന് ഇഷ്ടം തോന്നിയല്ലോ. സർവശക്തനായ ദൈവം നമ്മളെ ഏതുമില്ലാത്ത, എന്തോ നമ്മൾ ഭൂമിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നോക്കുമ്പോൾ നമ്മൾ ആരാണ്? ഒന്നുമില്ല. ഒരു പുഴുവിൻ്റെ പോലും നമുക്ക് മാന്യത തരാനില്ലാത്ത ഒരു വ്യക്തിയെ ദൈവം നമ്മുടെ ആ കുഞ്ഞിലെ ഉള്ള ചിന്തകളെ പോലും കണക്കിട്ട് നമുക്കത് വെളിപ്പെടുത്തി തരുന്ന സർവശക്തനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ ചെറിയ പ്രായത്തിൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചുകൊണ്ട് ഒരു ഗിഡിയൻസ് എക്സിബിഷന് വേണ്ടിയിട്ട് പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ നമ്മുടെ പേരെഴുതി വെക്കുമല്ലോ, പേരെഴുതി രജിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മളെ അകത്തോട്ട് കയറ്റുന്നത്. അങ്ങനെ അവിടെ എന്താ കണ്ടേന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല, ചെറിയ പ്രായത്തിലുള്ള സ്കൂൾ ലൈഫിലുള്ള സംഭവമാണ്. പക്ഷെ ഞാൻ പിന്നെ വിശ്വാസത്തിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്, അന്നൊരു ഗിഡിയൻസിൻ്റെ ചെറിയ ബൈബിള് ഞങ്ങൾക്ക് തന്നു. അന്ന് നമ്മളത് വീട്ടിൽ കൊണ്ടുവന്ന്, ഞാൻ വായിക്കാനൊക്കെ എനിക്ക് താല്പര്യമുള്ള വ്യക്തിയാണെങ്കിലും ഞാൻ ഇതൊക്കെ നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. കഥകളൊക്കെ ആണെങ്കിൽ നമുക്ക് വല്ലതൊക്കെ വായിച്ചാലേ ഓക്കെ, കഥ നമുക്ക് മനസ്സിലാവുന്നവർക്ക്. ഇതൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല. അത് ഞാൻ അവിടെ വീട്ടിൽ വെച്ചിരുന്നു. പക്ഷേ ഞാൻ ഓർക്കുവാണ്, ഒരു പക്ഷേങ്കിൽ അവർ ആ ഗിഡിയൻസുകാർ
അതൊക്കെ നടത്തിയത്. ഇത്രയും കുഞ്ഞുങ്ങളെയൊക്കെ അവർ പേര് പറഞ്ഞ ഒരു പക്ഷേ അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അതെല്ലാം നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും അതെല്ലാം നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് തിരികെ കിട്ടുമെന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് മടക്കി തന്ന ദൈവം അവർക്കും അതിൻ്റെ പ്രതിഫലം ഉണ്ടല്ലോ. ഒരാളെ ഒരു വിശ്വാസത്തിലേക്ക് നടത്തുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതൊക്കെയും നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അത് വളരെ ദൈവം കണക്കിടും. അതായത് ചെറിയ കാര്യങ്ങളെ പോലും ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കും. അതൊക്കെ ഓർത്ത് ഞാൻ വിശ്വാസി വന്നതിന് ശേഷമാണ് ഇതൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഓരോ ഇൻസിഡൻസ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. അതൊക്കെ ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നല്ലോ, ഇത്രത്തോളം നമ്മളെ അതൊക്കെ വെളിപ്പെടുത്തി തരുമോ, ദൈവത്തിന് പ്രസാദം തോന്നിയാൽ അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ എൻ്റെ തുടർന്ന് വിദ്യാഭ്യാസം ഞാൻ നേഴ്സിംഗ് പഠിക്കുവാനായിട്ട്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു സ്ഥിര വരുമാനം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ മൂത്ത സഹോദരങ്ങളൊക്കെ ആണെങ്കിലും എല്ലാവർക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് മുന്നോട്ട് പഠിക്കുവാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഞാനൊരു എബോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നെ എൻ്റെ മൂത്തൊരു 4 പേരുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ 4ാമത്തേതായിരുന്നു. അപ്പോൾ എൻ്റെ മൂത്ത സഹോദരന്മാരൊക്കെ അപ്പോഴത്തേക്ക് ഓരോ ചെറിയ ചെറിയ പണികളിലൊക്കെ, എൻ്റെ മൂത്ത ബ്രദർ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു. 2ാമത്തെ ബ്രദറാണെങ്കിലും ഒരു ഇതിലൊക്കെ പോയി ജോലിയിലൊക്കെ പ്രവേശിച്ച കാരണം ഞാൻ നേഴ്സിങ്ങിന് വിടുവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അവസരം ഒരുക്കി. അത് ഞാൻ അന്ന് ഓർക്കുന്നു. ഈ BSc നേഴ്സിങ്ങിനെ കുറിച്ച് എനിക്കെന്നല്ല എൻ്റെ വീട്ടുകാർക്ക് പോലും ഒരു അറിവുണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം അതിനുവേണ്ടി ഒരുക്കി. ഞങ്ങളുടെ ഒരു സാറ് ഹെഡ് മാസ്റ്ററാണ് ഞങ്ങളുടെ സ്കൂളിലെ. അദ്ദേഹത്തിൻ്റെ മകൾ അന്ന് ട്രിവാൻഡ്രത്ത് പഠിക്കുന്നുണ്ട്, ഓൾ സെയിൻസ് വിമൻസ് കോളേജിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരിയുടെ ഒരു ഫ്രണ്ട് മെഡിസിന് പഠിക്കുന്ന പുള്ളിക്കാരി ത്രൂ ആണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വാങ്ങിച്ചയക്കുന്നത്. ആപ്ലിക്കേഷൻ ഫോം ആണെങ്കിൽ ഫില്ല് ചെയ്യാൻ പോലും സാധാരണ എൻ്റെ വീട്ടിലാരും അങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരില്ല. അതൊന്നും ഫില്ല് ചെയ്യാൻ പോലുള്ള ആ ഒരു ഇതില്ല. അതുപോലെ കുറേ പേജുകളുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോമായിരുന്നു. ആ സാറ് തന്നെ ഫില്ല് ചെയ്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഓർക്കും. കാരണം ഞാൻ ഡിപ്ലോമ നഴ്സിങ്ങിന് നമ്മുടെ നാട്ടിലെ ജനറൽ നഴ്സിങ് അതിനുവേണ്ടി അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത വർഷം എനിക്ക് 18 വയസ്സ് തികയാത്ത കാരണം അവർ പറഞ്ഞു, നമ്മൾ പ്രീ ഡിഗ്രി കഴിഞ്ഞാണല്ലോ ഇത് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ഇയറിലേക്ക് നിനക്ക് അഡ്മിഷൻ തരാം. ഇപ്പം 18 വയസ്സ് കഴിഞ്ഞാൽ അന്ന് ഡിപ്ലോമയ്ക്ക് കമ്പൽസറി ആണ്, 18 വയസ്സ് തികഞ്ഞാലേ അഡ്മിഷൻ തരുള്ളൂ. അപ്പോൾ എനിക്ക് 18 വയസ്സ് തികയാത്തതുകൊണ്ട് നിനക്ക് അടുത്ത വർഷത്തേക്ക് അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചത്. അപ്പോൾ ഞാൻ ഓർക്കും, അത് ഒരു പക്ഷേ അന്ന് എനിക്ക് ആ അഡ്മിഷൻ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് നമ്മുടെ നാട്ടിൽ കൊല്ലത്താണല്ലോ, ഞാൻ കരുനാഗപ്പള്ളിക്കാരി, അപ്പോൾ കൊല്ലത്താണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നമുക്ക് അഡ്മിഷൻ കിട്ടേണ്ടത്. അപ്പോൾ അവിടെ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ആത്മീയ അനുഭവം എനിക്ക് കിട്ടിയെന്നിരിക്കുകയല്ല. അപ്പം ദൈവം അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിൽ എന്നെ കണ്ടിരുന്നു. എനിക്കിങ്ങനെ BSc നഴ്സിങ്ങിന് ആ വർഷം തന്നെ അഡ്മിഷൻ ലഭിക്കാനിടയായി. അങ്ങനെ ഞാൻ നഴ്സിംഗ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഓഫ് നഴ്സിംഗിലാണ് ഞാൻ പഠിച്ചത്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഞാൻ ഒരിക്കലും വീട്ടിൽ തന്നെ, എൻ്റെ സ്കൂള് തൊട്ടടുത്താണ്. പിന്നെ കോളേജാണെങ്കിൽ MSN കോളേജിലാണ് പ്രീ ഡിഗ്രിക്ക് പഠിച്ചത്. അപ്പം വീട്ടിൽ നിന്ന് പോയി വരാവുന്ന ദൂരേ ഉള്ളൂ. അങ്ങനെയൊക്കെ വീട്ടിൽ തന്നെ നിന്ന് പഠിച്ചതുകൊണ്ടും, പിന്നെ ഞങ്ങൾ 6 മക്കളിലെ ഏറ്റവും ഇളയ അനിയത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കാളൊക്കെ 11 വയസ്സിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഞങ്ങളൊരു എന്നാ പറയണ്ട, ഒരു വല്ലാത്തൊരു അഫെക്ഷൻ, നമുക്കറിയാലോ കൊച്ചു കുഞ്ഞുങ്ങളോട് നമുക്കൊരു പ്രത്യേക അഫെക്ഷനൊക്കെ ഇല്ലേ. അപ്പോൾ വലിയ വ്യത്യാസമില്ലാത്തവരുണ്ടെങ്കിൽ ഒരു പക്ഷേ അടിപിടിയൊക്കെ കൂടും. പക്ഷേ എനിക്കങ്ങനെ ആയിരുന്നില്ല. അവൾ നല്ല വ്യത്യാസം ഉള്ളതുകൊണ്ട് ഈ കുഞ്ഞനിയത്തിയെ ഭയങ്കര കാര്യമായിരുന്നു. അപ്പോൾ ഈ അനിയത്തിയെ വിട്ടിട്ട് പോയി നിൽക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ നഴ്സിങ്ങിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ എല്ലാം വ്യത്യസ്തമായ ആൾക്കാർ. കാരണം ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ ചുറ്റിനും ഹിന്ദുക്കളായിരുന്നു. അപ്പം ക്രിസ്ത്യൻസിനെയും ഞാൻ കണ്ടിട്ടില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ക്രിസ്ത്യൻസ് എല്ലാവരും ഓരോരുത്തടുത്ത് ഇങ്ങനെ പ്രൊട്ടസ്റ്റൻ്റ്. അന്ന് എനിക്കിതൊന്നും അറിയത്തില്ല കേട്ടോ, ക്രിസ്ത്യാനികളെന്നൊത്ത ഒരു മൊത്തം അറിവേ എനിക്കുള്ളൂ. കുറേ ഗ്രൂപ്പ് ഒരിടത്ത് പോയി പ്രാർത്ഥിക്കുന്നു, വേറൊരു ഗ്രൂപ്പ് വേറൊരിടത്ത് പോയി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഓർത്തിട്ടുണ്ട്, ഇവർക്ക് എന്നാ ഒരടുത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അന്ന് പിന്നെ കാത്തലിക്സ് ആണ് അപ്പോൾ വേറെ പോയി പ്രാർത്ഥിക്കുന്നത്, പ്രൊട്ടസ്റ്റന്റുകാർ വേറെ എടുത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എനിക്ക് റൂം മേറ്റ് ആയിട്ട് വന്നത് ഒരു യാക്കോബക്കാരിയാണ്, ഓർത്തഡോക്സുകാരി.
അന്ന് ഇതൊന്നും വ്യത്യാസങ്ങളൊന്നും അറിയത്തില്ലെങ്കിലും അവളുമായിട്ട് ഞാൻ വളരെ സ്നേഹത്തിലായിരുന്നു. അതിൻ്റെ കോന്നിയിലാണ് അവളുടെ വീട്. അപ്പോൾ അവൾ അന്ന് രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ഇവരുടെ ഈ പ്രാർത്ഥനയിലേക്ക് എന്നെ ഒരു ദിവസം വിളിച്ചു. അവൾ അന്ന് വിളിച്ചതിൻ്റെ ഉദ്ദേശം അവൾ പറഞ്ഞത്, ഞങ്ങളുടെ കോളേജിൽ ഹോസ്റ്റലിൽ ഒരു ഹൗസ് സർജൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഹൗസ് സർജൻസി പീരീഡിൽ ഹോസ്റ്റൽ താമസിക്കാൻ വേണ്ടിയിട്ട് വന്ന ആ പുള്ളിക്കാരി ബോൺ ആൻഡ് പ്രോപ്പർട്ടി സിംഗപ്പൂരാ. അപ്പം നല്ല ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പം അന്ന് നമ്മൾ ഈ നാട്ടിലെ പഠിത്തം ഇതെല്ലാം കഴിഞ്ഞ് വന്നതല്ലേ, അപ്പം ഇംഗ്ലീഷ് നമുക്ക് അത്ര കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലല്ലോ. അപ്പോൾ ഇവരുടെ ഇംഗ്ലീഷൊക്കെ നല്ല, നീ ഒന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയതാ. അങ്ങനെ വിളിച്ചുകൊണ്ട് പോയതാ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ ആദ്യം അവർ പാട്ട് പാടി, പിന്നെ പ്രാർത്ഥിച്ചു, അല്ല സോറി, ബൈബിള് വായിച്ചു. പുള്ളിക്കാരി ഇച്ചിരി നേരം ഡിസ്കസ് ചെയ്തു. ഇതൊന്നും എനിക്കൊന്നും മനസ്സിലായി ഒന്നുമില്ല. ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ വേറൊരു ഫ്രണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എന്തോ എനിക്ക് പ്രത്യേകിച്ച് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. ആ പ്രാർത്ഥന എന്നെ വല്ലാണ്ട് ടച്ച് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിന്ന് എൻ്റെ നല്ലൊരു ഭാരം എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഹോം സിക്നെസ് എനിക്കുണ്ടായിരുന്നു, പ്രത്യേകിച്ച് എൻ്റെ അനിയത്തിയെ വിട്ടുമാറിയതിൻ്റെയൊക്കെ. അപ്പോൾ ഈ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ആശ്വാസം, വളരെ പീസ്ഫുൾ ഒരു മൈൻഡ്. ഞാൻ ഓർത്തു, ഇത് കൊള്ളാമല്ലോ. ഞാൻ ഒറ്റയ്ക്കിരുന്ന് റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കും, പക്ഷേ അന്നേരം ഒന്നും ലഭിക്കാത്തൊരു നല്ലൊരു മനസ്സമാധാനം എൻ്റെ ഹൃദയത്തിൽ വന്നു. വളരെ പീസ്ഫുള്ളായിട്ട്. അല്ലെങ്കിൽ എനിക്കൊരു ഫോൺ കോൾ വരുമ്പോൾ പേടി, അയ്യോ വീട്ടിൽ നിന്നാണോ വരുന്നത്, ഈ താഴെ ഞങ്ങളുടെ ഇങ്ങനെ ഒരു റൂമിലിരുന്നാൽ ആ വാച്ച്മാൻ്റെ അവിടുത്തെ ഫോൺ അടിക്കുന്നതൊക്കെ കേൾക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ പെട്ടെന്നുള്ള ഒരു ഭാരം, എന്തോ ഒരു ഭീതി എന്നെ ഭരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാർത്ഥന കഴിഞ്ഞിടത്തോളം എനിക്ക് നല്ല മനസ്സമാധാനം. എനിക്ക് ഈ പ്രാർത്ഥനയ്ക്ക് പോകാൻ പിന്നെ ഒരു താല്പര്യമുണ്ട്. പക്ഷേ ഞാനൊരു മുസ്ലിമാണ്, എനിക്കറിയാം. ഞാനിങ്ങനെ സ്വന്തമായിട്ട് പോവുകയില്ല, അതെനിക്കറിയാം. പക്ഷേ ഇവൾ എന്നെ വിളിക്കും, എൻ്റെ ഈ ഫ്രണ്ട് എന്നെ വിളിക്കും, ഞാൻ പോകും. അങ്ങനെ പൊക്കോണ്ടിരുന്നു. പക്ഷേ എൻ്റെ ക്ലാസ്സിൽ തന്നെ വേറൊരു മുസ്ലിം കുട്ടിയും കൂടെ ഉണ്ട്. അതെന്നെക്കാൾ ഇച്ചിരി കൂടെ സീനിയറാണ്, BSc കഴിഞ്ഞിട്ട് വന്ന കുട്ടിയാണ്. അപ്പം പുള്ളിക്കാരി ഞാനീ പോകുന്ന കണ്ടിട്ട് പുള്ളിക്കാരിക്ക് അത്ര ഇതായതുകൊണ്ട് പുള്ളിക്കാരി വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഖുർആൻ വായിക്കാൻ വരണം എന്നും പറഞ്ഞിട്ട് എന്നെ ഖുർആൻ വായിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് വന്ന് വിളിച്ചുകൊണ്ട് പോകും പുള്ളിക്കാരുടെ റൂമിൽ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഓഫ് കോഴ്സ് ഞാനൊരു മുസ്ലിമാണ്, ഞാൻ മുസ്ലിമായിട്ടാണല്ലോ ജീവിക്കേണ്ടത്. ഞാൻ അങ്ങനെ ഖുർആൻ വായിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരുടെ കൂടെ പോകും. അപ്പോൾ മാസത്തിൽ നമ്മൾക്ക് ചില ദിവസങ്ങളൊന്നും ഖുർആൻ തൊടാനൊന്നും പാടില്ല. അപ്പോൾ ആ സമയത്ത് പോകത്തില്ല. ഇപ്പോൾ രണ്ടുപേരും അങ്ങനെയുള്ള സമയങ്ങളിൽ ഞങ്ങൾ പോവുകയില്ല. അപ്പോൾ ആ സമയത്ത് നോക്കി ഈ ഫ്രണ്ട് എന്നെ വിളിക്കും. അപ്പോൾ അവർക്ക് അങ്ങനെയും വ്യത്യാസമില്ല, അവിടെ പ്രാർത്ഥിക്കാം, എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് പോകും. അപ്പം എനിക്ക് സത്യത്തിൽ ഇതിന് പോകണം, ഈ പ്രാർത്ഥനയ്ക്ക് പോകണം. അപ്പം ഞാൻ അതിന് പോകും. അങ്ങനെ ആ പ്രാർത്ഥനയിൽ ഞാൻ ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. എനിക്കത് നല്ലൊരു സമാധാനമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ തന്നെ, എൻ്റെ ഈ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ മെഡിക്കൽ കോളേജിന് വെളിയിൽ ഒരു ആൻറ്റിയുടെ വീട്ടിൽ ഒരു ബൈബിൾ ക്ലാസ് നടക്കുന്നുണ്ട്. അത് PMG ചർച്ചിലെ ഒരു പാസ്റ്റർ MA ജോൺ സാർ, അദ്ദേഹമാണ് അന്ന് നടത്തിക്കൊണ്ടിരുന്നത്. മറ്റു പാസ്റ്റർമാരൊക്കെ വരും, അന്ന് നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹമാണ്. അപ്പോൾ ആ ബൈബിൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഈ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്നിരുന്ന് ഭയങ്കര ഡിസ്കഷനാണ്. അപ്പം എൻ്റെ റൂമിലുണ്ടല്ലോ ഓർത്തഡോക്സുകാരി പുള്ളിക്കാരിയും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ റൂമിലൊക്കെ ആയിരിക്കും ചില സമയത്ത് ഇരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ശ്രദ്ധിക്കും. ഞാൻ ഇതിനകത്തൊന്നും ഇടപെടാൻ പോവുകയില്ല, ഇവരെന്തോ പറയുന്നതെന്നൊക്കെ ശ്രദ്ധിക്കും. അപ്പോൾ ഇങ്ങനെ പറയും, യേശുക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ, യേശുക്രിസ്തു രണ്ടാമതും വരും, അതൊക്കെ ഇങ്ങനെ. അപ്പോൾ എൻ്റെ കൂടെ മറ്റു കാത്തലിക്സ് ഫ്രണ്ട്സ് ഉണ്ട്, ഈവൻ എൻ്റെ ഈ ഫ്രണ്ടുണ്ട്. ഇവർക്ക് ആർക്കും ഈ സത്യമൊന്നും അറിയത്തില്ല, ഇതൊന്നും ആർക്കും അറിയത്തില്ല, അവർക്കും അറിയത്തില്ല. അവർ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്നുണ്ട്, എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകുന്നുണ്ട്, അതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടപ്പം ഈ രക്ഷിക്കപ്പെട്ട 1-2 പേരുണ്ട്, അവരെല്ലാവരും കൂടിയാണ് ഈ ഡിസ്കഷനൊക്കെ നടത്തുന്നത്. അപ്പോൾ ഈ എല്ലാവരും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, അയ്യോ അങ്ങനെ സംഭവിക്കുമോ, യേശുക്രിസ്തു ഇനിയും വരുമോ, നമ്മളെ ചേർക്കാൻ വരുമോ, നരകത്തിൽ തള്ളിയിടും അല്ലാത്തവരെ, വിശ്വസിക്കാത്തവരെ, ഇതൊക്കെ ഇങ്ങനെ പറയുക. ഇങ്ങനെ പലരുടെയും അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അപ്പം ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പം എനിക്കതത്ര പിടിക്കത്തില്ല. ഞാൻ അന്നേരം ഇങ്ങനെ പറഞ്ഞു, മനുഷ്യർ നന്നായിട്ട് ജീവിച്ചാൽ മതി, ഏത് ഇതിൽ ജീവിച്ചാലും നമ്മൾ നല്ലതായിട്ട് ജീവിക്കണം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം ഈ നല്ലത് എന്തുവാണെന്ന് ഓരോരുത്തർ ചോദിക്കും. നമുക്ക് എന്തുവാ അതിനുള്ള ക്രൈറ്റീരിയ എന്നതാ. അപ്പം നമുക്ക് അത്രയൊന്നും പറയാൻ അറിയത്തില്ല. കാരണം നമ്മൾ കേട്ടിട്ടുണ്ട്, യമുനാ നദിയിൽ കുഞ്ഞുങ്ങളെ എറിഞ്ഞ് മോശം പ്രാപിക്കാൻ വേണ്ടി ചെയ്തവരുടെ കേട്ടിട്ടുണ്ട്, അങ്ങനെ പലതും കേട്ടിട്ടുണ്ട്. അപ്പം ഓരോരുത്തർക്കും ഓരോന്നാണ് ക്രൈറ്റീരിയ.
അതല്ലല്ലോ, ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്. അത് വെച്ചിട്ട് അവരിങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കും. പിന്നെ എൻ്റെ മനസ്സിൽ വെച്ചാൽ ഇവർ പറയുന്നതിലും വല്ല സത്യമുണ്ടോ, ഇവർ പറയുന്നതാണോ സത്യം? എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പല ചിന്തകൾ വരും. കാരണം ഞാനൊരു മുസ്ലിമാണ്, ഞാൻ ഏകസത്യ ദൈവമെന്നെ വിശ്വസിക്കുന്ന ആളാണ്. ഇതൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. ഞാൻ ഒരു ദൈവമേ ഉള്ളൂ, മറ്റാരും ദൈവമല്ല, ഇതൊക്കെ പറയുന്ന ആളാണ്. പക്ഷേ എന്നാലും നമ്മൾ മറ്റാരെയും അതേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് തന്നെയാ സത്യമെന്ന് ഒരിക്കലും നമ്മൾ പറയത്തുമില്ല. അവര് ഇപ്പൊ ഹിന്ദു ആയിട്ട് ജനിച്ച ആള് ഹിന്ദു ആയിട്ട് ജീവിക്കുന്നു, അത് അവര് വിളിക്കുന്നതും ദൈവമാണ്. ഇതായിരുന്നു എൻ്റെ കൺസെപ്റ്റ്. ദൈവം എന്ന് പറയുന്ന വലിയ ശക്തിയെ ഹിന്ദുക്കളായിട്ട് ജനിച്ചതുകൊണ്ട് അവര് ഹിന്ദുക്കളുടെ ദൈവത്തിന്റെ പേര് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചവർ അവരങ്ങനെ ചെയ്യുന്നു, മുസ്ലിമായിട്ട് ജനിച്ചവർ ഇങ്ങനെ ചെയ്യുന്നു. അതിലൊന്നും തെറ്റില്ല, ഇതാണ് സത്യം, ഇത് മാത്രമേ ഉള്ളൂ സത്യം, ഇതൊന്നും നമുക്ക് പറയാൻ അത്രയും കോൺഫിഡൻസ് ഒന്നും ഒന്നിലും ഇല്ല. അപ്പൊ അതായിരുന്നു എൻ്റെ ചിന്ത. അപ്പൊ ഇതുവരെ ഇങ്ങനെ അല്ല, യേശുക്രിസ്തു മാത്രമേ ദൈവമായിട്ടുള്ളൂ, ഏകസത്യ ദൈവം യേശുക്രിസ്തു മാത്രമാണെന്നൊക്കെ പറയുമ്പോഴേ എനിക്കത്ര അതങ്ങ് ഉൾക്കൊള്ളുവാനും കഴിയുന്നില്ല, എന്നാൽ അതങ്ങ് തള്ളിക്കളയാനും പറ്റുന്നില്ല. എൻ്റെ ഹൃദയത്തിൽ എവിടെയോ കിടന്ന് അതെന്നെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നു, ഇത് സത്യമാണോ എന്ന്. അപ്പം ഞാൻ എന്നാ ചെയ്ത്, രാത്രികളിൽ എൻ്റെ ബെഡേൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. ഒരു ദൈവത്തിൻ്റെയും പേര് പറയത്തില്ല. ഞാനിങ്ങനെ ഇവർ പറയുന്നത് സത്യമാണോ, ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ചെറുപ്പം മുതലേ എൻ്റെ ഉള്ളിലുണ്ട് ആ ഒരു ചിന്ത. അപ്പോൾ ഇവർ പറയുന്നത് സത്യമാണോ, ഇതാണോ സത്യം, എനിക്കറിയത്തില്ല. എനിക്ക് സത്യദൈവത്തെ വിളിച്ചപേക്ഷിക്കണം, എനിക്ക് സത്യദൈവത്തെ പിൻപറ്റണം, ഇതാണ് എൻ്റെ പ്രാർത്ഥന. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മാതാവൊക്കെ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു. അപ്പം ഈ നരകത്തിൽ, ഇവിടെ ഭൂമിയിലോ നമുക്ക് കഷ്ടമൊക്കെ ആയിരുന്നു, ഇനി നരകത്തിലും കൂടെ പോയി കഷ്ടപ്പെടണമല്ലോ, അയ്യോ അങ്ങനൊന്നും വരുത്തരുതേ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരുടെയും പേര് പറയത്തില്ല, അള്ളാഹുവിൻ്റെയും പേര് പറയത്തില്ല, യേശുക്രിസ്തുവിൻ്റെയും പേര് പറയത്തില്ല. ഞാനിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് ഞാൻ അടയാളങ്ങളൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല, എന്നെ അതിലേക്ക് നടത്തണം, ഇതേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ഒരുപക്ഷെ ഞാൻ പിന്നെ ഞാൻ ചിന്തിക്കും, അടയാളം ചോദിച്ചിരുന്ന ഒരുപക്ഷെ ദൈവം അടയാളം തന്നിരുന്നേനെ, നമുക്കുള്ളത് ആ ദൈവം തരുന്നത്. അപ്പം ഞാൻ അങ്ങനെയൊന്നും ചോദിച്ചില്ല. കർത്താവെ, ദൈവമേ, ഒരു സൃഷ്ടിതാവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആ സൃഷ്ടിതാവായ ദൈവത്തെ എനിക്ക് വിളിച്ചപേക്ഷിക്കണം, എനിക്ക് പിൻപറ്റണം, അതിലേക്ക് എന്നെ നടത്തണമെന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ രാത്രികളിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ എണീറ്റിരുന്ന് ബെഡേലിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നു. പിന്നെ എൻ്റെ ആ മറ്റേ ഫ്രണ്ട് എന്നെ ഖുർആൻ വായിക്കാൻ എന്നെ വിളിക്കാതെയായി, പിന്നെ എന്നെ വിളിക്കത്തില്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ ഫ്രണ്ട് തന്നെ ഈ ബൈബിൾ ക്ലാസ്സിന് പോകാൻ, അന്ന് വരെ ഞാൻ ബൈബിൾ ക്ലാസ്സിനൊന്നും പോയിട്ടില്ല, ഈ ഹോസ്റ്റൽ റൂമിലെ പ്രാർത്ഥനയ്ക്കേ ഞാൻ പോയിട്ടുള്ളൂ. അങ്ങനെ ഈ ബൈബിൾ ക്ലാസ്സിന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ബൈബിൾ ക്ലാസ്സിന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കും ഒരാഗ്രഹം, ഒന്നാമത് ഒരു ഔട്ടിംഗ് ആണല്ലോ, നമ്മുടെ ഹോസ്റ്റലിൽ തന്നെ ഇരിക്കുമല്ലേ, ഇന്ന് ഒരു ഔട്ടിങ്ങിന് പോകാം. അന്നൊരു സാറ്റർഡേ ഈവനിങ്ങിലാണ് ആ പ്രാർത്ഥന നടക്കുന്നത്. സൺഡേ പിറ്റേ ദിവസം സൺഡേ ഹോളിഡേ ആണല്ലോ. അപ്പോൾ അവൾ വിളിച്ചപ്പോൾ അന്നേ ഞാനും വരാമെന്നുള്ള മട്ടിൽ ഞാനും പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ നടക്കുന്ന ബൈബിൾ ക്ലാസ്, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്, അന്ത്യന്യായവിധി, ഇതാണ് അന്നത്തെ ആ കോഴ്സ് നടത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ. അപ്പം ഞാനിത് ആദ്യമൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നപ്പം യേശുക്രിസ്തു രണ്ടാമതും വരും, യേശുക്രിസ്തുവിനെ കാത്തിരിക്കുന്നവരെ കൊണ്ടുപോകാൻ വരും. അപ്പം എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ഇതുപോലെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുസ്ലിംസ് പഠിപ്പിക്കുന്നുണ്ട് ലോകാവസാനമുണ്ട്, അന്നൊരു ന്യായവിധിയുണ്ട്, ഇത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ ഈ ലോകാവസാനം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? കാരണം പിന്നെ നമുക്ക് ഒരു എന്നാ പറയട്ടെ, ഒരു കോൺഫിഡൻസ് ഇല്ല, നമ്മൾ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ എന്നുള്ളതിനൊന്നും ഇസ്ലാമിൽ ഒരു കോൺഫിഡൻസ് ഇല്ല. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്താൽ അവർ സ്വർഗത്തിൽ പോകും, അങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്ക് എന്തോരം ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഏതാ ദൈവത്തിൻ്റെ ക്രൈറ്റീരിയ, അവിടം വരെ നമ്മൾ എത്തിയോ, ആ ഒരു ഇതിലെത്തിയോ എന്നൊക്കെ നമുക്കറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ ഓർക്കും, ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മാതാപിതാക്കളെ ഒന്നും കാണാൻ പറ്റത്തില്ല. എനിക്കതൊക്കെ ഭയങ്കര ഒരു ഹോംലി ഇതുള്ളതുകൊണ്ട്, ഒരു ബന്ധമുള്ളത് കൊണ്ട് അതൊക്കെ എന്നെ ചിന്തിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത്, യേശുക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നവരെ കൊണ്ടുപോകാൻ വേണ്ടി കർത്താവ് വരും, യേശുക്രിസ്തുവിനോടൊപ്പം അവർക്ക് സ്വർഗത്തിൽ ജീവിക്കാം, ആ സ്വർഗ മഹിമകൾ ദൈവം ആ ഒരു സന്തോഷത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അയ്യോ, യേശുക്രിസ്തുവിനെ പിൻപറ്റിയില്ലെങ്കിൽ അപ്പം നരകത്തിൽ പോകും, യേശുക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകും, അയ്യോ അതൊരു ഭയങ്കര ഭാരമായി. പിന്നെ ഇത് എന്നെ ഇങ്ങനെ ചിന്തിപ്പിക്കാൻ തുടങ്ങി. ഞാനപ്പോൾ ഈ ബൈബിൾ ക്ലാസ്സിന് ഞാൻ സ്ഥിരം പോകാൻ തുടങ്ങി, എല്ലാ സാറ്റർഡേയും ഈവനിങ്ങിൽ. അങ്ങനെ പോയി
അപ്പോൾ ഈ വചനമൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ക്രിയ ചെയ്യാൻ തുടങ്ങി. അപ്പം പണ്ട് ഉള്ള ഓരോ കാര്യങ്ങൾക്കുള്ള മറുപടി എന്നോണം ഈ ലോകത്ത് നടക്കുന്നതിന് ഇനി വരാൻ പോകുന്നതൊക്കെ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് സാറ് പഠിപ്പിച്ചതൊക്കെ ബാങ്കിൽ പണം കാണും, പക്ഷെ പണം എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ ഏലിയാവും മോശയൊക്കെ പിന്നെ 1000 ആണ്ട് വാഴ്ചയുടെ അതായത് കർത്താവ് നമ്മളെ റാപ്ചറിന്റെ സമയം കഴിഞ്ഞിട്ട് മോശ ഏലിയാവും അവിടെ ഇങ്ങനെ യുദ്ധം ചെയ്തിട്ട് അവിടെ കിടക്കുന്നത് സകല മനുഷ്യരും കാണും. അന്നത്തെ ആ കാലത്ത്, അതായത് ഇപ്പം ഒരു 40 വർഷത്തോളം മുമ്പാണെന്ന് ഓർത്തോണം, ഒരു 38 വർഷം അത്രയെങ്കിലും സമയത്തിന് സമയത്താണ് അന്ന് ഇങ്ങനെ പറയുകയാണ്. പിന്നെ അന്ന് ഈ മോശ ഏലിയാവും അവിടെ കിടക്കുന്ന എല്ലാവരും കാണുമെന്ന്. അന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്നാൽ പിന്നത്തേതിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ TV ഒക്കെ വന്നപ്പം നമ്മൾ ചിന്തിച്ചു ആ TV കൂടെ ആണെന്ന്. എന്നാൽ ഇപ്പം നോക്കുമ്പോൾ നമ്മൾ എവിടെ ഇരുന്നാലും ഫ്ലൈറ്റിൽ ഇരുന്നാൽ പോലും നമുക്കത് കാണാം. അത്രമാത്രം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും ഇത് മനുഷ്യൻ്റെ കണ്ടുപിടുത്തമാണെന്ന്. പക്ഷേ ഇതൊക്കെ ദൈവത്തിൻ്റെ പ്രവചനത്തിൻ്റെ നിവർത്തീകരണത്തിൻ്റെ ഫലമായിട്ടാണ്. ദൈവം മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. ബുദ്ധി കൊടുത്തിട്ട് ഇതൊക്കെ ചെയ്യുന്നത് ദൈവപ്രവചനം നിവർത്തിയാകണം, അതിനു വേണ്ടിയാണ്. അപ്പം ഞാനിപ്പോൾ ഓർക്കും, ദൈവമേ, അന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് ആ വചനമൊക്കെ ഓരോ ദിവസം കഴിയും തോറും കർത്താവിൻ്റെ പ്രവചനങ്ങൾ ഇങ്ങനെ നിവർത്തിയായി വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ അന്ന് ബൈബിൾ ക്ലാസ്സിൽ അങ്ങനെ പൊക്കോണ്ടിരുന്ന നിമിത്തം ഞങ്ങൾ ഞാൻ മുസ്ലിമായിട്ട് പക്ഷേ കാത്തലിക്സ് അനേകര്. അപ്പം ഞങ്ങളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുമ്പോഴുണ്ടല്ലോ, എൻ്റെ സീനിയർ ബാച്ചിൽ ഒരു പുള്ളിക്കാരി ഒരു പെന്തക്കോസ്തുകാരി ഉണ്ടായിരുന്നു. അന്ന് പുള്ളിക്കാരിക്ക് ആരാധനയ്ക്ക് പോകാൻ ഒറ്റയ്ക്ക് വിടത്തില്ല. അന്ന് കഴക്കൂട്ടത്ത് വേണം പോകാൻ, മെഡിക്കൽ കോളേജിൽ നിന്ന് കഴക്കൂട്ടത്ത് പോകണം ആരാധനയ്ക്ക്. ആ പുള്ളിക്കാരിക്ക് പോകാൻ ഭയങ്കര ആഗ്രഹം. ആ പുള്ളിക്കാരിയെ തന്നെ വിടത്തില്ല. അപ്പം ആരെങ്കിലും കൂടെ വേണമല്ലോ. അങ്ങനെ പുള്ളിക്കാരിയും പുള്ളിക്കാരുടെ കുടുംബവും ആ ചർച്ചും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങളുടെ കോളേജിൽ, ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് 12 പേരാണ് വിശ്വാസത്തിലേക്ക് വന്നത് ആ ഒരു കാലഘട്ടത്തിൽ. അതുപോലെ അവരുടെ ബാച്ചിൽ, സീനിയർ ബാച്ചിൽ 4 പേര്. അങ്ങനെ ഹിന്ദുക്കൾ, മുസ്ലിംസ് ആയിട്ട് ഞാൻ വേറൊരു ഹിന്ദു കുട്ടി, പിന്നെ കാത്തലിക്സ്, യാക്കോബൈറ്റ്സ്, എല്ലാ കാറ്റഗറിയിലും CSI. ഞാൻ അന്നൊന്നും എനിക്ക് ഈ കാറ്റഗറി ഒന്നും അറിയത്തില്ലെങ്കിലും ഓരോരുത്തരുടെ ജീവിതം ഞങ്ങളുടെ ഓരോരുത്തരെ അങ്ങനെ 16 പേര് വിശ്വാസത്തിലേക്ക് വരുവാൻ കർത്താവ് ഇടയാക്കി ആ ഒരു 4 വർഷത്തിനിടയ്ക്ക്. പിന്നെ ഞങ്ങളുടെ ജൂനിയേഴ്സ് വന്നു, പിന്നെ അടുത്ത ബാച്ചിലെ കുട്ടികൾ വന്നു. അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയായിട്ട് വിളിച്ചു. കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാൻ 1982 ഒക്ടോബർ 10 സ്നാനപ്പെടുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. അതിനു മുമ്പ് തന്നെ ഞാൻ വീട്ടിലോട്ട് എഴുതും. ഇങ്ങനെ ക്രിസ്ത്യാനികളൊക്കെ ഇങ്ങനെ പറയുന്നല്ലോ, യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മളെല്ലാം നരകത്തിൽ പോകുമെന്ന് പറയുന്നു. അന്ന് എൻ്റെ മൂത്ത സിസ്റ്ററിൻ്റെ വിവാഹം കഴിഞ്ഞാണ്. ആ മൂത്ത സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് BSF അദ്ദേഹത്തിന് എഴുതും, എൻ്റെ ബ്രദറിന് എഴുതും, എല്ലാവർക്കും ഞാൻ എഴുതും. ലെറ്റർ എഴുതുമ്പോഴെല്ലാം ഈ കാര്യം എഴുതും. അപ്പോൾ അവരെല്ലാം ചിന്തിച്ചു, ഈ കൊച്ചിന് എന്നാ പറ്റി, എവിടെയോ അത് ട്രാപ്പിലാകപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു പ്രോപ്പർ മറുപടി ആരും എനിക്ക് തന്നിട്ടില്ല. ഞാൻ എപ്പോഴൊക്കെ ചിന്തിക്കുന്നു, നമ്മൾ ഒരു സമൂഹത്തിൽ ജനിച്ചു വളരുമ്പോൾ നമ്മൾ അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു. നമ്മളെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ അടുത്തുള്ള ഈ ഹിന്ദുക്കൾ എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ, അവരെല്ലാവരും ഞങ്ങളുടെ വീട്ടിലൊരു ഇതിൻ്റെ ഫങ്ഷൻ ഉണ്ടെങ്കിൽ, പിന്നെ അതായത് ഞങ്ങളുടെ വീട്ടിൽ അന്ന് മാസത്തിൽ 2 പ്രാവശ്യം പള്ളിയിൽ നിന്ന് ആൾ വരും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. 7-ാം രാവിലും 21-ാം രാവിലും അങ്ങനെ 2 ദിവസം വന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലുള്ള ചേച്ചിമാർ അവരുടെ വീട്ടിൽ കോഴി മുട്ടയിടുന്നത് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടുവന്ന് ഈ മുസ്ലിയാർക്ക് കൊടുക്കാൻ വേണ്ടി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ ഇത് നമ്മൾ യേശുക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളെന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. എന്നാൽ അതിലും ഉണ്ട് രക്ഷ, ഇതിലും ഉണ്ട് രക്ഷ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയും. നമ്മുടെ പ്രാർത്ഥന യുടെ മറുപടി അവർക്ക് വേണം. എന്നാൽ യേശുക്രിസ്തുവിൽ മാത്രമേ വിശ്വസിക്കാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഈ ലോകത്തിലുള്ള മതങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ്, എല്ലാ മതങ്ങളും മനുഷ്യനിർമ്മിതമാണ്. അതായത്
മനുഷ്യന് എങ്ങനെ അതായത് ഞാൻ ചിന്തിക്കുന്നത് പോലെ ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്നുള്ള ചിന്തയിൽ നിന്ന് മനുഷ്യൻ ഉളവാക്കിയെടുത്ത ഒരു അതാണ് ഇന്ന ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ഇന്നടുത്ത് പോകണം, അല്ലെങ്കിൽ ഇന്നത് കൊടുക്കണം, ഇങ്ങനെയുള്ള ചിന്തകൾ. അത് മനുഷ്യനിർമ്മിതമാണ്. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആണും പെണ്ണുമായിട്ട്, അല്ലാതെ ഒരു ജാതി ഒരു മതവും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. പിന്നെ അവരുടെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് കളറിലും അവർ ജനിച്ച സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് അവരുടെ പ്രകൃതിക്കൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും മനുഷ്യനെ ദൈവം ഒരുപോലെ ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ചു. ആ ദൈവത്തെ, ഏക സത്യ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ ദൈവം ഒരു വ്യവസ്ഥയും വെച്ചു. ആ വ്യവസ്ഥയിൽ നിൽക്കാത്തത് കൊണ്ടാണ് ഈ ദൈവത്തെ വേണ്ടതുപോലെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. കാരണം ഇപ്പം ഹിന്ദുക്കളാണെങ്കിൽ എൻ്റെ കൂടെ ഞങ്ങളുടെ ചുറ്റിന് ഹിന്ദുക്കളായിരുന്നു എന്ന് പറഞ്ഞല്ലോ. താലപ്പൊലി എടുക്കാൻ ഞാൻ ചെറുപ്പത്തിലേ പോയിട്ടുണ്ട്, താലപ്പൊലി എടുക്കാൻ. കാരണം ഞാൻ കുഞ്ഞായതുകൊണ്ട് എന്നെ പെട്ടെന്നൊന്നും ഒരു മുസ്ലിമായിട്ടൊന്നും കണക്കാക്കിയില്ല. പക്ഷെ അവിടെ ഒരു മുസ്ലിം ആണ് ഞാനെന്നറിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. മനസ്സിലായോ? അത് അവർക്ക് വേണ്ടി മാത്രമുള്ളതാ. അതുപോലെ മുസ്ലിംസിന്റെ ഇതില് അവർ മറ്റൊരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ അവരുടെ ആ പള്ളിയിൽ കയറാനോ ചെയ്യാനോ, ഈവൻ സ്ത്രീകൾക്ക് പോലും അതിൻ്റെതായ റെസ്ട്രിക്ഷൻ ഉള്ള ഒരു അങ്ങനെ മനുഷ്യരെ തന്നെ പല വിധത്തിലാക്കി, പല ജാതികളിലാക്കി തിരിച്ച്, ഇതൊക്കെ മനുഷ്യരിൽ നിന്നുണ്ടായ മതങ്ങളാണ്. എന്നാൽ ദൈവം മനുഷ്യന് മതമായിട്ടൊന്നും ദൈവം സൃഷ്ടിച്ചില്ല. ദൈവം മനുഷ്യനെ മനുഷ്യനായിട്ട് സൃഷ്ടിച്ചു, ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. ആ ദൈവത്തിന്റെ വിളിച്ചപേക്ഷിക്കുക, അല്ലെങ്കിൽ അതാണ് പ്രോവേർബ്സിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ദൈവം തക്ക സമയത്ത് സകലവും ഭംഗിയായി ചെയ്തു, നിത്യതയും മനുഷ്യ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേ ദൈവം ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ആ നിത്യതയെക്കുറിച്ചുള്ള ഒരു ബോധം കൊടുത്താണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ ബോധത്തിൽ നിന്നാണ് ഈ മനുഷ്യന് ദൈവത്തെ അടുക്കണം, ദൈവത്തോട് അല്ലെങ്കിൽ മോക്ഷം പ്രാപിക്കണമെന്നുള്ള ചിന്ത എല്ലാ മതത്തിലും ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. എന്നാൽ ആ ബോധത്തിൽ നിന്ന് മനുഷ്യൻ ദൈവത്തെ അറിയണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും ഏതാണ് സത്യദൈവം എന്ന് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ചിന്തയോ, ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഈ സത്യദൈവം ഏതാണെന്ന് അറിയണമെന്ന് ഒരു ചിന്ത ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഒന്ന് മനസ്സ് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മളെ ആ സത്യത്തിൽ കൊണ്ടെത്തിക്കും എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന്, എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഞാൻ അന്ന് ആ പ്രാർത്ഥിച്ചതിൻ്റെ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ആഗ്രഹം ദൈവത്തോട്, ഞാൻ വലിയ പ്രാർത്ഥനയൊന്നും ചെയ്തതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്നെ ആ സത്യത്തിൽ നടത്തണമെന്ന് പറഞ്ഞ് അതേപോലെ ദൈവം എന്നെ നടത്തി. വലിയ മിറക്കിളൊന്നും കണ്ട് എന്നെ വിളിച്ച് അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം എൻ്റെ ലുദിയായുടെ ഹൃദയം തുറന്നെന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഹൃദയം തുറക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ആ വചനം എൻ്റെ ഉള്ളിൽ ക്രിയ ചെയ്യുവാൻ കർത്താവ് ഇടയാക്കി. അങ്ങനെ ഞാൻ ദൈവകൽപ്പന അനുസരിപ്പാൻ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാനൊക്കെയും കർത്താവ് അവസരം നൽകി. എന്നാൽ അന്ന് കോളേജിൽ പ്രയാസങ്ങളുണ്ടായിരുന്നു, ഭവനത്തിൽ നിന്ന് പ്രയാസങ്ങളുണ്ടായി. ഹോസ്റ്റലിൽ നിന്ന് വാർഡനൊക്കെ വീട്ടിലോട്ട് ലെറ്റർ എഴുതാൻ തുടങ്ങി: നിങ്ങളുടെ മകൾ സ്ഥിരമായിട്ട് പെന്തക്കോസ് പ്രാർത്ഥനയ്ക്ക് പോകുന്നു, നിങ്ങൾക്ക് സമ്മതമാണോ എന്നൊക്കെ. ആരാ സമ്മതിക്കുന്നത്? നമ്മളെ മാതാപിതാക്കൾക്ക് നമ്മളെ സ്നേഹമാണ്, കരുതലാണ് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തെ വിളിക്കുവാണ്, അങ്ങനെ ഒരു നല്ല കാര്യമാണ് ചെയ്തതെന്നോ ചിന്ത ഉണ്ടെങ്കിൽ പോലും മതം മാറുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എൻ്റെ ഫാദറും പിന്നെ ഞാൻ പറഞ്ഞ ഹെഡ് മാസ്റ്ററും കൂടെ കോളേജിൽ വന്നു, ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ച് ഇത് ചെയ്തു. എനിക്ക് വാർണിംഗ് ആണ്: മറ്റൊരാളുടെ റൂമിൽ പോകാൻ പാടില്ല, മറ്റൊരാളുമായിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല, വെളിയിൽ, അതായത് ഔട്ട് പാസ് ഇല്ല. എനിക്ക് ഔട്ട് പാസ് കട്ട് ചെയ്തു. പിന്നെ കോളേജിൽ നിന്ന് മെഡിക്കൽ കോളേജിലോട്ട് പോകാം, ക്ലിനിക്കിൽ പോകണമല്ലോ, അവിടെ പോകണം, ക്ലാസ്സിന് പോകണം, അത്രയും ഭാഗത്ത് പോകാനേ ഉള്ളൂ. വെളിയിൽ പോകാനോ മെഡിക്കൽ കോളേജിന് ഔട്ട്സൈഡിൽ പോകാൻ അലൗഡ് അല്ല. അങ്ങനെ റെസ്ട്രിക്ഷൻസ് ആയി. പിന്നെ എനിക്ക് ഒരു ഫ്രണ്ടിനെയും കൂടെ, ഞങ്ങൾ 12 പേരെന്ന് പറഞ്ഞില്ല, അതിൽ ഒരു ഫ്രണ്ട് കാത്തലിക്സാ, അവക്കും അങ്ങനെ തന്നെ. എല്ലാവരുടെയും വീട്ടിലോട്ട് ലെറ്റർ അയച്ചു. പിന്നെ മറ്റവർക്കൊക്കെ
അവർക്കൊക്കെ ഇത് പ്രാർത്ഥനയ്ക്ക് പോകാൻ അലൗ ചെയ്യണമെന്ന് പറഞ്ഞു. പെന്തക്കോസ്തിൻ്റെ ഇതല്ലെങ്കിൽ അവർ പള്ളിയിൽ പോകാൻ അലൗ ചെയ്യണമെന്ന് പറഞ്ഞ് അവർക്ക് ലെറ്റർ കൊടുത്ത കാരണം എൻ്റെ വേറൊരു ഫ്രണ്ടിന് അവൾക്കും അനുവാദമില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ സഭായോഗം, ഞങ്ങളുടെ ഹോസ്റ്റലിലാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടാണ് സഭായോഗം കൂടുന്നത്. ഒരാൾ സങ്കീർത്തനം വായിക്കും, ഞങ്ങൾ പരസ്പരം പ്രബോധിപ്പിക്കും, പിന്നെ കാത്തിരിക്കും ഞങ്ങളുടെ ഫ്രണ്ട്സ് പോയിട്ട് വരാൻ. അപ്പോൾ ചർച്ചിലുള്ള വിഷയങ്ങൾ അവിടെ പ്രസംഗിച്ചത് മുഴുവൻ ഞങ്ങളോട് പറയും. അങ്ങനെ അന്നത്തെ ആ ഹോസ്റ്റൽ ജീവിതം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സ്, അതായത് മറ്റുള്ള കൊളീഗ്സ് അവർക്ക് ഇഷ്ടമില്ല. അവരുടെ ഭയങ്കര പോര് കൊണ്ട്, അതായത് ഞങ്ങളെ ഇങ്ങനെ എന്നാ പറയണ്ടേ, ഞങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ പറയും, ഓരോരുത്തർ മെനക്കെടുത്താൻ വന്നിരിക്കുന്നു, മറ്റുള്ളവർക്ക് പഠിക്കണ്ട. ഞങ്ങൾ എന്നിട്ട് രാത്രിയിലൊക്കെ ഇരുന്ന് ആരാധിക്കും. പക്ഷെ അവർക്കൊക്കെ ദേഷ്യമാണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുക, ആരാധിക്കുക. കോളേജിൽ ഇങ്ങനെ ഈ കോളേജ് ഡേ ഒക്കെ വരുമ്പോൾ അവിടുത്തെ കൾച്ചറൽ പ്രോഗ്രാംസിനൊന്നും ഞങ്ങൾ കൂടുകയില്ല. സ്പോർട്സ് അങ്ങനെയുള്ളതിനൊക്കെ കൂടണം, നമ്മൾ എല്ലാത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ കൾച്ചറൽ പ്രോഗ്രാമിന് ഞങ്ങൾ പോവുകയില്ല. എന്നിട്ട് ഞങ്ങൾ ആ സമയം നോക്കി, അപ്പോൾ രാത്രിയിലല്ല ഇവിടെ വന്നിരുന്നിട്ട് അവിടെ പ്രോഗ്രാം നടക്കുക. അടുത്തടുത്താണ് കോളേജും ഹോസ്റ്റലും. അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്ത് വന്നിരുന്നുകൊണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഞങ്ങളിരുന്ന് ഭയങ്കര ആരാധനയായിരിക്കും. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ പലരും വിശ്വാസത്തിലേക്ക് വരുവാനിടയായി. ഞങ്ങൾ ഈ 5 ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഓരോരുത്തർ വന്ന് അങ്ങനെയാണ് ഞങ്ങൾ 12 പേര് ഞങ്ങളുടെ ബാച്ചിൽ നിന്നും, സീനിയർ ബാച്ചിൽ നിന്ന് ഞങ്ങളുടെ 16 പേര് ഞങ്ങൾ രക്ഷിക്കപ്പെടുവാനിടയായിത്തീർന്നു. അങ്ങനെ ദൈവം ഞങ്ങളെ അത്ഭുതകരമായിട്ട് ആ കോളേജ് ജീവിതമൊക്കെ നടത്തി. ടീച്ചേഴ്സൊക്കെ വിളിച്ച് ഭയങ്കര വാണിംഗ് ഒക്കെ തന്നിട്ടുണ്ട്. ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി ഞങ്ങളുടെ ഇങ്ങനെ മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിങ്ങനെ 24 hours പ്രാർത്ഥനയും കൊണ്ട് നടന്നാൽ നിങ്ങൾ തോറ്റുപോകും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ എന്നോട് പറയായിരുന്നു, നിന്റെ പേരൻസ് അവരെന്തുമാത്രം വിഷമിക്കുന്നുണ്ട്, നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് തന്നെ ചെയ്യും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് അന്ന് നല്ല ധൈര്യമായിരുന്നു. നമ്മൾ ദൈവത്തിന് വേണ്ടിയല്ലേ നിൽക്കുന്നത്, അപ്പം ദൈവം നമ്മുടെ കാര്യത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കും. അതായിരുന്നു എൻ്റെ ധൈര്യം. ഞാൻ ഓർത്തു, കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ വിചാരിച്ചാൽ അവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ വിശ്വാസത്തിൽ നിന്ന് പോയാൽ പോലും അവർക്ക് ഹാർട്ട് അറ്റാക്ക് വരണമെങ്കിൽ വരും. അത് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയിരുന്നതല്ല. പക്ഷേ ദൈവത്തിന് നിയന്ത്രിക്കാൻ പറ്റും. അതിപ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അത് ദൈവം ഏറ്റെടുക്കും. ഞാൻ പറയട്ടെ, എൻ്റെ മാതാവ് 94-ാമത്തെ വയസ്സിലാണ് കഴിഞ്ഞ വർഷം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടത്. പിന്നെ എൻ്റെ പിതാവ് ഇപ്പോഴും ഉണ്ട്. ദൈവം ഇത്രത്തോളം ഞങ്ങളെ നടത്തി എൻ്റെ കുടുംബപരമായിട്ട്. എന്നാൽ ഞങ്ങളുടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോരുത്തരായിട്ട് കോളേജിൽ നിന്ന് പോയല്ലോ, ഞങ്ങൾ കോഴ്സൊക്കെ കഴിഞ്ഞു. ഞാൻ ശ്രീചിത്രയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ പല ഫ്രണ്ട്സും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ വിവാഹമൊക്കെ കഴിഞ്ഞ് പലരും അമേരിക്കയിലേക്കൊക്കെ പോയി. അന്ന് വിവാഹത്തിൻ്റെ സമയമൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് എനിക്ക് പേടിയാണ് എൻ്റെ ഭവനത്തിൽ പറയാൻ. കാരണം ഒരു മുസ്ലിം ആയിരിക്കുന്ന സ്ഥിതിക്ക് മറ്റുള്ള ഇതിൽ നിന്ന് വിവാഹം കഴിപ്പിക്കാൻ അവർ സമ്മതിക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എന്നെ അവിടുന്ന് എൻ്റെ ബ്രദേഴ്സൊക്കെ ഇങ്ങനെ ഓരോ ആലോചനകളൊക്കെ പറയുമ്പോൾ ഞാൻ സമ്മതിക്കുകയില്ല. അവസാനം ഞാൻ ഒന്നിനും അടുക്കാതെ വന്നപ്പോഴത്തേക്കും എൻ്റെ മൂത്ത ബ്രദർ മിലിറ്ററിയിൽ നിന്ന് ഒരു പ്രാവശ്യം വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാനൊരു ഗണ്ണ് കൊണ്ടുവരും, നിന്നെയും കൊല്ലും, ഞങ്ങളെല്ലാം ചാവും. പക്ഷേ അന്നും എനിക്ക് ധൈര്യമായിരുന്നു. ഞാൻ പറഞ്ഞു, എന്നിട്ട് സ്വർണം ആഭരണം വാങ്ങിച്ചു വെച്ചിട്ടാണ്. അപ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ കല്യാണ സമയമൊക്കെ ആകുമ്പോൾ എല്ലാവരും ഒരു ഒരുക്കമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ആഭരണം എടുത്തു വെച്ചിട്ടാണ് പറയുന്നത്, ഇത് നീ ഇടണം. അത് ഇട്ട് കഴിഞ്ഞാൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് എൻ്റെ കസിൻ ബ്രദറ്, ഞങ്ങൾക്ക് കസിൻസ് ബ്രദറിനെ വിവാഹം കഴിക്കാം, അതായത് അമ്മയുടെ ആങ്ങളയുടെ മക്കളും അങ്ങനെ പെങ്ങളന്മാരുടെ മക്കളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാം. അങ്ങനെ ഒരു സിസ്റ്റം മുസ്ലിംസിലുണ്ട്. അപ്പോൾ അതൊരു പ്ലാൻ ഇവർക്കുണ്ട്. അപ്പം ഞാനിതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും, കാരണം ഈ പെണ്ണിൻ്റെ അനുവാദമൊന്നും അത്ര വിഷയമല്ലല്ലോ, അങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിക്കുക. ഇതൊന്നും ഇല്ലാതെ ഒരാളെ കല്യാണത്തിൻ്റെ ഒരു ഇതിൽ കൊണ്ടുപോവുക നടക്കത്തില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഞാൻ ഇങ്ങനെ കണ്ണും അടച്ച് അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ അങ്ങ് കൊല്ല്, എന്നിട്ട് ഇതൊക്കെ എന്നെ ഇടിപ്പിക്കാൻ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും പേടിയായി. അയ്യോ, ഇനി അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ബ്രദേഴ്സിനോടൊന്നും അങ്ങനെ നേരിട്ട് ഇങ്ങനെ ഇതായിട്ടൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. ഞാൻ ഭയങ്കര അവരുടെ ഇളയ ഒരു സിസ്റ്റർ എന്നുള്ള നിലയിൽ എന്നെ ഭയങ്കര കരുതൽ വളർത്തിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞപ്പോഴത്തേക്കും അവർക്കൊരു വിഷമായിപ്പോയി. ഇനി അവർക്കറിയത്തില്ലല്ലോ ഈ പെന്തക്കോസ്ത് എന്താണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഒരു ബലം, ധൈര്യം എന്നാന്ന് അറിയത്തില്ല.
പിന്നെ ഞാൻ എങ്ങാനും പോയി ആത്മഹത്യ ചെയ്യുമോ, ഇനി അതാണ് അവൾ ഉദ്ദേശിച്ച് അവർക്ക് പേടിയായി. അപ്പോഴത്തേക്ക് ആ ഒരു ഇതങ്ങ് മാറി. പിന്നെ എന്നോട് പറയാൻ തുടങ്ങി, ഇനി നിനക്ക് ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ അങ്ങനെയും ചിന്തിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ വല്ലവരെയും പരിചയപ്പെട്ട് അങ്ങനെ വല്ല ഇതുകൊണ്ടാണോ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ആരുമില്ല, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ബ്രദേഴ്സ് അങ്ങനെ ആരുമില്ല, ഒരാളെയും പരിചയമില്ല. ഇനി പിന്നെ ആരെങ്കിലും നീ അപ്പം എൻ്റെ ബ്രദറിനോട്, ഇളയ ബ്രദർ നാട്ടിലാണ്, മറ്റേ ബ്രദർ മിലിറ്ററിയിലാണ്. അപ്പം ബ്രദറിനോട് പറഞ്ഞു, ഇനി ആരെങ്കിലും ഇവർക്ക് വേണ്ടി കല്യാണം ആലോചിച്ചു അവരുടെ കൂട്ടത്തിൽ നിന്ന് വന്നാൽ അങ്ങ് സമ്മതിച്ചു കൊടുക്കണം, ഇനി നമ്മളായിട്ടൊന്നും പിടിച്ചു വെക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും നല്ല സ്നേഹമുള്ളവരാ. നമ്മളെ ഇങ്ങനെ ഈ വിധത്തിൽ പോയെന്ന് വിചാരിച്ചിട്ട് നമ്മളെ അങ്ങ് തകർത്ത് കളയാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളതല്ല. ഒരു നല്ല ആത്മബന്ധം ഞങ്ങൾ പരസ്പരം ഉണ്ടായിരുന്നു, നല്ല സ്നേഹബന്ധമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ എൻ്റെ ബ്രദറിനോട് പറഞ്ഞു കൊടുത്തു, ആരും അറിയണ്ട, എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് ആ കല്യാണം അങ്ങ് നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ഇതിലായി. അപ്പം എൻ്റെ മൂത്ത ബ്രദർ ഇളയ ബ്രദറിനോട് പറഞ്ഞേൽപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ എനിക്കൊരു ധൈര്യമായി. പാസ്റ്റർമാരൊക്കെ ഇങ്ങനെ കല്യാണാലോചനകൾ, നമ്മുടെ PMG സഭയിലെ എല്ലാ ദേവദാസന്മാരും ദൈവമക്കളും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പലരും കല്യാണാലോചനകളൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുമായിരുന്നു. അങ്ങനെ പിന്നെ ഒരു ധൈര്യമായി, എന്നാൽ പിന്നെ കല്യാണം ആലോചിച്ചാൽ കുഴപ്പമില്ലാന്ന്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെ ഹസ്ബൻഡ് അന്ന് കുവൈറ്റിലായിരുന്നു. അപ്പോൾ അദ്ദേഹം ത്രൂ ആണ് ഞാൻ രാജനെ പ്രപ്പോസൽ വന്നത്. അപ്പോൾ അതിനു മുമ്പ് പല അമേരിക്കക്കാരും ഒക്കെ വന്നിട്ടുണ്ട്. അന്ന് വീട്ടിൽ പറയാൻ പേടിയായതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്തില്ല. പിന്നെ ഇത്രയും ഒരു പെർമിഷൻ കിട്ടിയത് കാരണം ഞാൻ പിന്നെ പറഞ്ഞു. അങ്ങനെ ഈ കല്യാണാലോചന ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ ഇളയ ബ്രദർ, ഈ ഞങ്ങളുടെ PMG സഭയിലെ KK ജോസഫ് സാർ എന്ന് പറയും, അവർ രണ്ടുപേരും കൂടെ, KK ജോസഫ് സാറും എൻ്റെ ഇളയ ബ്രദറും കൂടെ ഈ രാജൻ്റെ ഭവനത്തിൽ പോയി കാണാനും അങ്ങനെ ആ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ടൊക്കെ സമ്മതിച്ചു. എന്നാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഈ ഒരു ബ്രദർ മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ, വേറെ ആരും കല്യാണത്തിനൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. കാരണം സാമുദായിക ചുറ്റുപാടിൽ അത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പലരുടെയും വിവാഹം നടന്നെങ്കിലും പലർക്കും ഇതേ അനുഭവമാണ്. എല്ലാവരും ഫുൾ സപ്പോർട്ടിൽ വിവാഹം കഴിഞ്ഞ ഒരു കുറച്ച് പേരേ ഉള്ളൂ. പിന്നെ എൻ്റെ വളരെ എന്നെപ്പോലെ തന്നെ എന്നെക്കാളും അല്പം കൂടെ കട്ടി കൂടിയവരുണ്ടായിരുന്നു. ഒരാൾ കോന്നിക്കാരി തന്നെയാണ്. പിന്നെ പുള്ളിക്കാരിയുടെ ഭവനത്തിൽ നിന്ന് ഇതുപോലെ തന്നെയായിരുന്നു, ഭയങ്കര എതിർപ്പ്. അവരുടെ ടീച്ചേഴ്സ്, പേരൻസ്, എനിക്കൊന്നും അമ്മയൊന്നും കല്യാണത്തിന് കൂടിയിട്ടില്ലായിരുന്നു. പിന്നെ മറ്റേ ഞാൻ പറഞ്ഞ കാത്തലിക്സ് എന്ന് പറഞ്ഞ തൊടുപുഴക്കാരി, പുള്ളിക്കാരിയുടെ ഒരു ബ്രദർ മാത്രമാണ് കല്യാണത്തിന് അറ്റൻഡ് ചെയ്തത്. അവർക്കൊക്കെ ഒത്തിരി കൊണ്ട് പറയാൻ ഇങ്ങനെ. അങ്ങനെ ഇപ്പം ഞാനും ചിന്തിച്ചു, കർത്താവ് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും എൻ്റെ കല്യാണത്തിന് കൂടണം. അപ്പം എൻ്റെ ബ്രദർ കൂടാനിടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങളുടെ വിവാഹം 1989 നവംബർ 4-നായിരുന്നു ഞങ്ങളുടെ വിവാഹം. അങ്ങനെ വിവാഹം കഴിഞ്ഞു. നവംബർ 4-ന് കല്യാണം കഴിഞ്ഞു. ഡിസംബർ 1-ന് രാജൻ തിരിച്ചു പോന്നു. അത് കഴിഞ്ഞിട്ട് അന്ന് വിസിറ്റ് വിസ എടുത്തിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ പാസ്സാണ്, മിനിസ്ട്രിയിൽ ജോലി കിട്ടണമെങ്കിൽ. അപ്പം അന്നൊക്കെ ഇത്രയും ഇപ്പം റെസ്ട്രിക്ഷൻ ഉണ്ട്, പക്ഷേ ഇതിനു മുമ്പൊക്കെ കോവിഡിന് മുമ്പ് വലിയ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ആ സമയത്ത് നല്ല റെസ്ട്രിക്ഷനാണ്. ഒരു വിസ കിട്ടാനും 1 മാസത്തെ വിസയെ കിട്ടത്തുള്ളൂ. അപ്പം ഇൻ്റർവ്യൂവിന് വന്ന് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ തിരിച്ചു പോകണം, അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ 90 ഏപ്രിൽ ഇവിടെ വന്നു. ഏപ്രിൽ വന്ന് മെയ്യിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഉദയപൂർവ്വ സെലക്ഷനൊക്കെ ആയി. ജൂൺ അപ്പോൾ 1 മാസവും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. ഞാൻ ഇറാഖിൽ പോയി ഔട്ടായിട്ട് പിന്നെ തിരിച്ചു വന്ന് അങ്ങനെ 2 മാസം ഇവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ജൂണിൽ തിരിച്ചു പോയി. ജൂലൈ, ഓഗസ്റ്റ് 5-ന് എനിക്ക് വിസ കിട്ടും എന്നും പറഞ്ഞിട്ട് രാജൻ ലെറ്റർ എഴുതിയതൊക്കെ കിട്ടുന്നത് ഈ ഇൻവേഷൻ തുടങ്ങിക്കഴിഞ്ഞിട്ടാണ്. അതായത് ഓഗസ്റ്റ് 2-ന് ഇവിടെ ഇറാഖികൾ വന്നു. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമുക്ക് വീട്ടിൽ നിന്നാണെങ്കിലും ഹോസ്റ്റലിൽ നിന്നാണെങ്കിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് അന്ന് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. ഈ ഹോസ്റ്റൽ പ്രശ്നങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു സുഹൃത്ത് ബന്ധമുണ്ട്, നമുക്കിരുന്ന് പ്രാർത്ഥിക്കാനും ബലപ്പെടുവാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും അങ്ങ് പോയി കഴിഞ്ഞിട്ടാണ് ഈ ഇൻവേഷൻ ടൈം എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായി. പിന്നെ ഹോസ്റ്റലിൽ ഒറ്റെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ വേറെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, പക്ഷേ വിശ്വാസി വന്ന പിന്നെ
അപ്പൊ ഞാൻ ഒറ്റയ്ക്കാ, ബാക്കി എല്ലാവരും പോയി അവിടുന്ന് അമേരിക്കയ്ക്കും ബഹറിനിലും ഒക്കെ ആയിട്ട് അവരുടെ ഫാമിലി ആയിട്ട് അങ്ങനെ പോയി കഴിഞ്ഞു. പിന്നെ ഞാൻ ഒറ്റയ്ക്കാ ഹോസ്റ്റലിൽ. അന്നേരമാണ് ഇൻവേഷൻ. എൻ്റെ വിവാഹമാണ് ലാസ്റ്റിൽ ഞങ്ങളുടെ ഈ 12 പേരിൽ നടന്നത്. അപ്പം അങ്ങനെ ആ ഇൻവേഷൻ ടൈമിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി. ഈ ഇൻവേഷൻ ആ സമയത്ത് ഞാൻ ഹസ്ബൻഡിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഓഗസ്റ്റ് 2 ഞാനിങ്ങനെ ന്യൂസ് കേൾക്കുകയാണ്, ഇറാഖ് ഇങ്ങനെ കുവൈറ്റിനെ ഇൻവൈഡ് ചെയ്തു, യുദ്ധം പ്രഖ്യാപിച്ചു എന്നും പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ ഒരു മാർഗ്ഗവും. അന്ന് മുതൽ ഞങ്ങളിങ്ങനെ, എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, അവിടെ ഹസ്ബൻഡ് ഇറാഖിലുമാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല, കിട്ടത്തില്ല. അങ്ങനെ പിന്നെ ആ ഒരു സമയം അങ്ങനെ പിന്നെ അന്നൊക്കെ ദൈവം നടത്തിയതാണ്. ഞാൻ ഓർക്കുന്നു, ഒരു പക്ഷേങ്കിൽ ഞാനൊരു ഈ ക്രിസ്തുവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ കടക്കേണ്ടി വന്നിരുന്നെങ്കിൽ ഞാൻ തകർന്നു പോയേനെ. എന്നാലും ദൈവം അവിടെ എല്ലാം നിലനിർത്തി. സഭയുടെ പ്രാർത്ഥന ഒട്ടും മറക്കാൻ പറ്റത്തില്ല. PMG സഭയിൽ പ്രത്യേകിച്ച് KK ജോസഫ് സാറ് കുടുംബം, MA ജോൺ സാറ് കുടുംബം, അവരൊക്കെയും ചെറിയ കുഞ്ഞുങ്ങൾ വരെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഭയങ്കര അന്നൊക്കെ ദൈവസഭയിൽ എന്ന് വെച്ചാൽ 40 ദിവസം ഉപവാസ പ്രാർത്ഥന, 21 ദിവസം ഉപവാസ പ്രാർത്ഥന, ഇങ്ങനെ കണ്ടിന്യൂസ് ഉപവാസവും പ്രാർത്ഥനയുമാണ് ആ സമയങ്ങൾ. അല്ലാതെ തന്നെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇൻവേഷനും കൂടെ ആ സമയത്തൊക്കെ ദൈവമക്കൾ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. അന്ന് ഞാനും എനിക്ക് ഇങ്ങനെ ഭാരം ഉണ്ടെങ്കിലും ഞാനും പ്രാർത്ഥിക്കുന്ന എന്നാന്ന് വെച്ചാൽ, കർത്താവെ തിരുഹിതം മാത്രം നിറവേറണം, ദൈവം അവരെ സൂക്ഷിക്കുമെന്ന് എനിക്കറിയാം. അപ്പം ചേട്ടനും ഫാമിലി ഇവിടെ ഉണ്ട്, ഹസ്ബൻഡുണ്ട്, ചേട്ടൻ്റെ ചേച്ചിയുടെ ചേട്ടത്തിയുണ്ട്, അങ്ങനെ കുടുംബം ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഇവർ തിരിച്ചു വരണമെന്ന് എനിക്ക് ആഗ്രഹം. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അറിഞ്ഞോ അറിയാതെ പ്രാർത്ഥിക്കാൻ തിരുഹിതം മാത്രമേ നിറവേറാവുള്ളൂ. ഞാൻ ഇപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണ്. നമുക്കറിയത്തില്ല ഈ ദൈവഹിതം ഏതാ നല്ലതെന്ന്. അതായത് മാനുഷ്യമായിട്ട് നമുക്ക് ചിന്തിക്കാം. ഞാനും ആഗ്രഹിക്കുന്നു അവർ തിരിച്ചു വരണം, ഹസ്ബൻഡിങ് തിരിച്ചു വരണേന്ന് ഞാൻ എൻ്റെ മാനസികമായിട്ട് ആഗ്രഹിച്ചാലും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ തിരുഹിതം മാത്രമേ നിറവേറാവുള്ളൂ എന്നായിരുന്നു പ്രാർത്ഥിക്കുന്നത്. എനിവേ അവർ തിരിച്ചു വന്നില്ല. 1991 ഇവിടെ അമേരിക്ക കടന്നു വന്നു. അവരെ യുദ്ധമൊക്കെ നിർത്തലായി. അത് കഴിഞ്ഞിട്ടാണ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം രാജാൻ്റെ ഒരു ചെറിയ ലെറ്റർ എനിക്ക് കിട്ടി. പിന്നെ ഒരു പ്രാവശ്യം ഹാം റേഡിയോ ഉപയോഗിച്ചിട്ട് മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 മെസ്സേജ് ഈ 9 മാസത്തിനിടയ്ക്ക് പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. എന്നാലും ദൈവം അവിടെയൊക്കെ നിലനിർത്തി കൃപയെ സൂക്ഷിച്ചു. എൻ്റെ ഭവനത്തിലാണെങ്കിലും ഹസ്ബൻഡിൻ്റെ ഭവനത്തിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പോകുവാനും ഞാൻ വളരെ ധൈര്യത്തോടെ അവരോട് കോണ്ടാക്റ്റ് ഉണ്ട്. എനിക്ക് ആ ഹാം റേഡിയോ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരോടും മെസ്സേജ് ഉണ്ട്, വിവരം ഉണ്ട് എന്നൊക്കെ പറയുമായിരുന്നു. നമുക്ക് ദൈവം എനിവേ ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ലെന്നുള്ള നല്ല ധൈര്യം ഉണ്ടായിരുന്നു. പലപ്പോഴും ഞാൻ സ്വപ്നത്തിലൊക്കെ രാജാൻ്റെ സാന്നിധ്യം എനിക്ക് ദൈവം നൽകി തന്നിട്ടുണ്ട്. ഞാൻ അതൊക്കെ നമുക്കൊരു ധൈര്യമായിരുന്നു. അതൊക്കെ നമുക്കതേ ഉള്ളൂ, വേറെ ഒന്നും പിടിക്കാനില്ലല്ലോ, ദൈവത്തിലുള്ള ആശ്രയം. അങ്ങനെ ഈവൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് ആ സമയത്ത് കഴിയത്തില്ല, കണ്ണുനീരേ കാണത്തുള്ളൂ. പക്ഷെ അവിടെയൊക്കെ ദൈവം നമ്മുടെ ദീർഘശ്വാസങ്ങളെ അല്ലെങ്കിൽ നെടുവീർപ്പുകളെയൊക്കെ ദൈവം അറിയുന്ന ദൈവമാണ്, അതിൻ്റെ പിന്നിലുള്ളത് എന്താണെന്ന്. അങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് ആ സാഹചര്യങ്ങളൊക്കെയും കടന്നുപോയി. 91 ഇവിടെ റിലീസായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാനും ഒക്കെ കഴിയുമായിരുന്നു. പിന്നെ അങ്ങനെ 92 ഞാൻ ഫെബ്രുവരിയിൽ എനിക്ക് കുവൈറ്റിൽ വരാൻ വേണ്ടിയിട്ട് വിസയൊക്കെ ശരിയായി. അങ്ങനെ ഞാനിവിടെ വന്നു. അങ്ങനെ ഞാൻ ആദ്യം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പം ഞാൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസിലാണ് ജോലി ചെയ്യുന്നത്. കർത്താവ് ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ ദാനമായിട്ട് നൽകി. കുഞ്ഞുങ്ങൾ 3 പേരും വിദ്യാഭ്യാസം 2 പേരുടെയും കഴിഞ്ഞു. അവർ 2 പേരും ജോലിയിലായിരിക്കുന്നു. ഇളയാൾ ഇപ്പം ഫൈനൽ കോഴ്സ് കഴിഞ്ഞു, ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു മണിപ്പാലിൽ. ദൈവം ഇത്രത്തോളം അത്ഭുതകരമായിട്ട് ഞങ്ങൾ നടത്തി. അതിനിടയ്ക്ക് തന്നെ പറയുകയാണെങ്കിൽ, എൻ്റെ മാതാവിൻ്റെ വിഷയം പറയുകയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മാതാവിൻ്റെ അടുത്ത് പോയി നിൽക്കണം, കൂടെ ശുശ്രൂഷിക്കണം. കാരണം 94 വയസ്സുണ്ട്, മാതാവിൻ്റെ ശരീരത്തിലൊക്കെ ക്ഷീണമുണ്ട്, എനിക്കറിയായിരുന്നു. അപ്പം ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ 2022 ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഈ കോവിഡ് കഴിഞ്ഞ ആ സമയത്ത്, കോവിഡിൻ്റെ സമയത്ത് ഫസ്റ്റ് ലോക്ക്ഡൗൺ ആക്കിയ കൺട്രിയാണ് കുവൈറ്റ്.
നമുക്ക് അങ്ങോട്ടും പോകാൻ മേല, ഇങ്ങോട്ടും വരാൻ മേല. വല്ലാത്തൊരു സാഹചര്യത്തിലാണ് കോവിഡ് സമയം കടന്നുപോയത്. എനിവേ 22 നമുക്ക് ഓപ്പൺ ആക്കിയ ഉടനെ തന്നെ ജാനുവരി ഫെബ്രുവരി ആ മാസത്തിൽ ഞങ്ങൾ പോയതാ നാട്ടില്. അപ്പം ഇളയാള് നാട്ടിലുണ്ട്, മണിപ്പാലിൽ പഠിക്കുക. മോളെ കാണണം, എൻ്റെ മാതാപിതാക്കളെ കാണണം, ഇതൊക്കെ ആഗ്രഹിച്ച് ഞങ്ങൾ പോയി. ആ 22 ആ ജാനുവരി ഫെബ്രുവരി മാർച്ച് വരെ ഞാൻ ഒരു 60 ദിവസത്തെ ലീവ് എടുത്താൽ പോയത്. അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് എനിക്ക് അന്നേരം ഒന്നും മാതാവിന് അത്രയും പ്രശ്നങ്ങളില്ലെങ്കിലും എനിക്കറിയാം മാതാവ് ക്ഷീണിതയാണ്. 94 വയസ്സുണ്ട്. ഇപ്പം എനിക്ക് പോയി നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഒക്ടോബർ നവംബർ അല്ല, ആദ്യം ഞാൻ ഒക്ടോബർ നവംബർ ഡിസംബറാണ് പറഞ്ഞിരുന്നത്. അത് പിന്നെ ഞാൻ എനിവേ 3 ടിക്കറ്റ് ടൈം മാറ്റിയെടുത്താണ് ഞാൻ ഈ ലാസ്റ്റിൽ ഞാൻ നവംബറിൽ നാട്ടിൽ പോകുന്നത്. അതായത് 22 നവംബറിൽ ഞാൻ അവിടെ നാട്ടിൽ പോയി. എനിക്ക് ഞാൻ ചെന്നതിൻ്റെ പിറ്റേ ദിവസം മാതാവ് സിക്കായിട്ട് അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പെട്ടെന്ന് വീട്ടിൽ ചെന്നു, ഡിസ്ചാർജ് വാങ്ങിച്ചു, ഭവനത്തിൽ കൊണ്ടുവന്നു. മാതാവിനെ 2 ദിവസം കൂടെ നിൽക്കുവാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ മക്കളെല്ലാവരും അടുത്തുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ മാതാവിനെ ശുശ്രൂഷിപ്പാനൊക്കെയും കർത്താവ് അവസരം നൽകി. മാതാവ് രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടോ എന്ന് പറയും. കാരണം മാതാവ് ഭയങ്കര ഭക്തിയായ ഒരു സ്ത്രീയാണ്. 5 നേരവും നമസ്കരിക്കും. കുനിഞ്ഞു നിന്ന് ചെയ്യാൻ പറ്റാതെ കസേരയിലിരുന്ന് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്കറിയാം, എന്നോട് വൈരാഗ്യം ഒന്നും വെച്ച് പുലർത്തുവാനോ അങ്ങനെ ഒന്നും ഞാൻ പ്രാർത്ഥിക്കുന്നതും, ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്തെല്ലാം ഞാൻ ഇങ്ങനെ പറയും, ഇത് മാത്രമോ സത്യം. ഞാൻ വീട്ടിലാണെങ്കിൽ എന്തെങ്കിലും ഞാൻ ഇത് ഇഷ്ടമില്ലാത്തത്, അതായത് ദൈവികമല്ലെന്ന് തോന്നുന്ന എല്ലാം ഞാൻ അവരോട് എതിർത്ത് പറയായിരുന്നു. കാരണം ഞങ്ങളുടെ ചുറ്റിനും ഹിന്ദുക്കളായിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ട്. അപ്പോൾ അവർ 1-ാം തീയതി അമ്പലത്തിൽ പോയി പൂജ കഴിച്ച് തിരിച്ചിട്ട് പായസമൊക്കെ കൊണ്ടുവരും. ഞാൻ പറയും, ഇതൊന്നും കഴിക്കരുത്, ഇതൊക്കെ വിഗ്രഹാരാധനയിലുള്ളതാ. അപ്പോൾ ഇവർക്കറിയത്തില്ലല്ലോ ഈ വിഗ്രഹാരാധന ഇത് മാത്രം ഇത് ഉള്ളതെന്ന്. കാരണം അവർ വിചാരിച്ച് വെച്ചിരിക്കുന്നത് അവർ വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ വരുന്നതൊക്കെ ഞാൻ അതിനെയൊക്കെ എതിർക്കുമായിരുന്നു. അതൊന്നും ഞാൻ വാങ്ങിച്ച് കഴിപ്പിക്കുകയില്ലായിരുന്നു. പിന്നെ അതുപോലെ കയ്യിലൊക്കെ ചരട് കെട്ടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഞാൻ അതൊക്കെ എടുത്ത് കളയിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ടൊക്കെ അവിടെ നിന്നിട്ടുള്ള അതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ. പക്ഷേ നിസ്കാരവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തോരം യേശുക്രിസ്തുവിലൂടെ ഉള്ള രക്ഷ കരസ്ഥമാക്കിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒന്നും എനിക്കറിയാം, ആ മാതാവിൻ്റെ എൻ്റെ നെഞ്ചത്തോട് ചാരി വെച്ചിട്ട് ആ ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ ഞാൻ സ്തോത്രം 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 പറഞ്ഞാണ് ഇരുന്നത്. ആ മാതാവ് അങ്ങനെ ഞങ്ങളുടെ കരങ്ങളിൽ വെച്ച് തന്നെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അതെനിക്ക് ഭയങ്കര ഒരു ദൈവത്തിൻ്റെ ഒരു വലിയ നടത്തിപ്പായിട്ട് തന്നെ ഞാൻ കാണുന്നത്. കാരണം പലർക്കും എൻ്റെ ആഗ്രഹമായിരുന്നു മാതാവിനോട് ഒപ്പം നിൽക്കണം, മാതാവിനെ ശുശ്രൂഷിക്കണം എന്നുള്ളത്. ദൈവം എനിക്ക് നടത്തി തന്നു. അങ്ങനെ ആ ഒരു കഴിഞ്ഞ ഈ 2022 ഡിസംബർ 4-നാണ് മാതാവ് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടത്. എനിക്കത് ദൈവത്തോട് വളരെ നന്ദിയുണ്ട്. ഞാൻ അങ്ങനെ ഒരു സാഹചര്യം 3 ടിക്കറ്റ് മാറ്റിയെടുത്താണ് കൃത്യസമയത്ത് പോകാൻ. ഒരു പക്ഷേങ്കിൽ അല്പം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ അത് കഴിഞ്ഞായി പോയേനെ. എന്നാലും ദൈവം അതെല്ലാം നടത്തി തന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഈ കോവിഡ് സമയത്ത് ഞാൻ എൻ്റെ മകള് മണിപ്പാലിലായിരുന്നല്ലോ, ഒന്ന് ഇങ്ങോട്ട് വരാനോ അങ്ങോട്ട് പോകാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ. ഹോസ്റ്റൽ ക്ലോസ് ചെയ്തു. അപ്പം ഇതിൽ പോയിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. 2019 അവിടെ കോഴ്സ് തുടങ്ങിയത്. ഇത് 2020 മാർച്ചിൽ ഇവിടെ ക്ലോസ് ചെയ്തു കുവൈറ്റിൽ. അപ്പോൾ അവിടെ കോളേജ് ക്ലോസ് ചെയ്തു, ഹോസ്റ്റൽ ക്ലോസ് ചെയ്തു, കോളേജ് ക്ലോസ് ചെയ്തു. എന്നുവരെ ഉണ്ടെന്ന് അവർക്കറിയത്തില്ല. പെട്ടെന്നുള്ള ഒരു സന്ദർഭം. ഞാൻ ഓർത്ത്, ദൈവമേ, കുഞ്ഞിനെ എന്ത് കൊടുക്കും, എവിടെ കൊണ്ട് നിർത്തും? എൻ്റെ വീട്ടിലാണെങ്കിൽ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലായവരാ. പിന്നെ അവർക്ക് അവിടെ നിന്നുള്ള പരിചയമില്ല, നാട്ടിൽ നിന്നുള്ള പരിചയമില്ല. ഇങ്ങനെ അങ്ങനെ വല്ലാത്തൊരു സാഹചര്യം. രാജാൻ്റെ ഭവനത്തിൽ ആരുമില്ല, മാതാപിതാക്കളില്ല, അവർ നേരത്തെ മരിച്ചുപോയി. പിന്നെ സഹോദരങ്ങളാണെങ്കിൽ ഒരു ബ്രദർ, നാട്ടിലുള്ള ഒരു ബ്രദർ, അദ്ദേഹം ആ സമയത്ത് വിസിറ്റിന് അമേരിക്കയ്ക്ക് പോയിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആരുമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കുഞ്ഞിനെ എവിടെ കൊണ്ട് നിർത്തും, ആരോട് പറയും? വല്ലാത്തൊരനുഭവത്തിൽ. എന്നാൽ കുഞ്ഞിൻ്റെ റൂംമേറ്റിൻ്റെ പേരൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നും വിഷമിക്കണ്ട, ഞങ്ങൾ അവളെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവർ മേഘാലയ മണിപ്പൂരുകാരാ.
ആ അവര് ബോംബെയിലായിരുന്നു. ബോംബെ കൊണ്ടുപോയി കുഞ്ഞിനെ ആ സമയത്തൊക്കെ അവിടെ നിർത്താൻ ഞാൻ ആ സമയത്തൊക്കെ വളരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവാത്മാവ് അന്നേരം എനിക്ക് നൽകിയ ഒരു വാക്യമാണ് ഫിലിപ്പിയ ലേഖനം 4:6-7 വാക്യങ്ങൾ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവത്തോട് അപേക്ഷിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെ നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഞാൻ ആ വാക്യം പറഞ്ഞ് പ്രാർത്ഥിച്ച് അതിന് എന്തൊരാശ്വാസം ആ വാക്യമൊക്കെ. പ്രത്യേകിച്ച് നമ്മുടെ ആ പ്രതികൂല സാഹചര്യങ്ങൾ, അതാണ് മറ്റുള്ള മതങ്ങളിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. യേശുക്രിസ്തു ഒരു മതമല്ല, യേശുക്രിസ്തു ഒരു മതസ്ഥാപകനുമല്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ദൈവത്തെ അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. ആ ദൈവത്തിൻ്റെ ഓരോ വചനവും നമ്മുടെ ആ പ്രതികൂലങ്ങളിൽ, നമ്മുടെ സാഹചര്യങ്ങളിൽ ഇറങ്ങി വരുന്ന വചനം, നമ്മൾ ആളത്വപരമായിട്ട് നമ്മളോട് സംസാരിക്കുന്ന വചനം, അതൊക്കെ അനുഭവിച്ചറിഞ്ഞാലേ അതൊന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ പൊതുവിൽ നോക്കുമ്പം ക്രിസ്ത്യാനികൾ അത് വേറൊരു, ഹിന്ദുക്കൾ അല്ലെങ്കിൽ മുസ്ലിം, ഇതിലൊന്നും അല്ല. ഏതെങ്കിലും എനിക്ക് നമ്മുടെ ഓഡിയൻസിനോട് അല്ലെങ്കിൽ ഈ അരോമ ടി വിയിലെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല കാലത്ത്, നിങ്ങളുടെ സന്തോഷ സമയത്തൊക്കെ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിലൊക്കെ വിശ്വസിച്ചോ. പക്ഷെ നിങ്ങൾക്കൊരു പ്രതികൂലം വരുമ്പോൾ, നിങ്ങൾ കഷ്ടത്തിലായി എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ, നിങ്ങൾ മറ്റൊന്നും ചെയ്യരുത്. നിങ്ങൾ ആത്മഹത്യ ചെയ്യുവാനോ മറ്റൊന്നിനും പോകരുത്. നിങ്ങൾ ഒരു വാക്ക്, യേശുവേ എന്നോട് കരുണ കാണിക്കണമെന്ന് ഒരു വാക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചു, തീർച്ചയായിട്ടും ദൈവം നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും. നിങ്ങളുടെ ആ പ്രതികൂലങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. തീർച്ചയായിട്ടും ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് പ്രതികൂലങ്ങൾ ഇല്ലെന്നല്ല, കഷ്ടങ്ങളില്ലെന്നല്ല. ദൈവവചനത്തിൽ പറയുന്നു, നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്, പക്ഷേ ലോകത്തെ ജയിച്ച ഒരു കർത്താവ് നമുക്കുണ്ട്. ആ ദൈവ സാന്നിധ്യം നമുക്കുണ്ട്. അതാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. അതാണ് നമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം. നമ്മളെ കാരാഗ്രഹത്തിലായിക്കോട്ടെ, നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിട്ടേക്കട്ടെ, നമ്മൾ ഒറ്റപ്പെട്ട് എവിടെയെങ്കിലും ആയിട്ട് ഭൂമിയുടെ അറ്റത്ത് എവിടെ പോയി പാർത്താലും ഈ ദൈവസാന്നിധ്യം നമ്മളോട് കൂടെ ഇരിക്കും. ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമുക്കൊരു ഏതെങ്കിലും, ഞാൻ പലരുടെയും സാക്ഷ്യം കേൾക്കുമ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പ്രതികൂലങ്ങളിലൊക്കെ ആയി ആത്മഹത്യയല്ല മറ്റൊരു മാർഗ്ഗം ഇല്ലെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവർ മറ്റുള്ള ദൈവങ്ങളുടെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ഇന്നടുത്ത് അത് കൊടുക്കുക, ഇന്നടുത്ത് ഇത് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ പോ ഇവിടെ പോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം അവരുടെ സമ്പത്ത് നഷ്ടപ്പെടും, അവരുടെ സമയം നഷ്ടപ്പെടും. അവസാനം ഒന്നുമില്ലാതെ, ഒരു സമാധാനമില്ലാതെ ഒരു പക്ഷേങ്കിൽ അവർ ലോകത്തുനിന്ന് മാറ്റപ്പെടും. പക്ഷേ യേശുക്രിസ്തുവിലോട്ടൊന്ന് വരിക. യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയം യേശുക്രിസ്തുവിന് വേണ്ടി കൊടുക്കുക. നിങ്ങൾ ദൈവത്തെ ഒന്ന് വിളിച്ചാൽ മതി, യേശുവേ എന്നോട് കരുണ തോന്നണമേ. അത് ബർത്തിമായി വിളിക്കുന്നതല്ലേ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമെന്ന് വിളിച്ചപ്പോൾ കർത്താവ് അവിടെ നിന്നു. അത് ബർത്തിമായുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും കർത്താവ് അവിടെ നിൽക്കും. അതാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു എന്ന് പറയുന്നത് കണ്ണുനീര് കാണുമ്പോൾ കടക്കാത്തൊരു ദൈവമാണ്. അവിടെ നിൽക്കുന്ന ദൈവമാണ്, നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ്. നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും അവിടെ ഇറങ്ങി വന്ന് നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തെ പോലെ നല്ലൊരു ദൈവം ഇല്ല. ഈ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമേ ഇല്ലവേ ഇല്ല ഇല്ല ഇല്ല. 100 വട്ടം നമുക്ക് പറയാം. ഈ ദൈവം അനുഭവങ്ങളുടെ ദൈവമാണ്. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന ദൈവമാണ്. ഏത് ദൈവത്തെക്കാളും ദൈവത്തെ പോലെ അല്ല ഈ ദൈവം. യേശുക്രിസ്തു മഹാസത്യ ദൈവം, ഏക സത്യ ദൈവം. മറ്റൊരുത്തനിൽ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമേ ഇല്ല, യേശുക്രിസ്തു എന്ന നാമം. ഈ ദൈവത്തെ വിളിച്ചപേക്ഷിപ്പാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങൾ മറ്റൊന്നും ചെയ്യരുത്, യേശുവിനെ വിളിക്കുക. നിങ്ങളെ അടുക്കൽ ഇറങ്ങി വരും. ഏത് സാഹചര്യമാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും നിങ്ങളെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവമാണ്. നിങ്ങൾ പാപത്തിൻ്റെ കുഴിച്ചേണ്ടിൽ ആണ്ടുപോയാലും നിങ്ങളെ കരം പിടിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് യേശുക്രിസ്തു. ഞാൻ വളരെ ധൈര്യത്തോടെ എനിക്ക് പറയാൻ കഴിയും, നമ്മളെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല എന്ന് അരുളി ചെയ്ത ദൈവം നമ്മളെ ഒരു നാളും കൈവിടുകയില്ല. ഈ ദൈവത്തിങ്കിലേക്ക് നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി കൊടുക്കുക. നമ്മുടെ ഏത് സാഹചര്യത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിലൂടെ രക്ഷ നേടുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എനിക്ക് ഇത്രത്തോളം സമയം അനുവദിച്ചു തന്ന ദേവദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ ആൻഡ് അദ്ദേഹത്തിൻ്റെ ആരോമ TV ചാനൽ, അതിൻ്റെ പ്രവർത്തകരോടെല്ലാം ഉള്ള നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് ഈ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ.
കാരണം ഞാൻ എൻ്റെ ഭവനത്തിൽ പറയുന്നത്, എന്നാൽ ഇത് ലോകത്തിലുള്ള പലരുടെയും വീടുകളിലേക്ക് കടന്നു ചെല്ലുവാൻ ഇതൊരു മുഖാന്തരമാണല്ലോ. ദൈവം ഈ മാധ്യമങ്ങളെയൊക്കെ ദൈവം നൽകിയതാണ്. അതായത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുക എന്നുള്ളത്. അതിനെ ഇത്രയും ഫലവത്തായിട്ട് ഉപയോഗിക്കാൻ ദൈവദാസന്മാരെ ദൈവം ഉപയോഗിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ, കുടുംബമായിട്ട് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ. ഓക്കെ, ഒരു കാര്യം കൂടി ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ മാമ. വിശ്വാസത്തിന് വേണ്ടി ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങള്, ത്യാഗമോ അതുപോലെ കഷ്ടതയോ അനുഭവിക്കേണ്ടതായ ജീവിതത്തിൽ ഏതെങ്കിലും അനുഭവങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കോളേജിൽ നിന്നൊക്കെ നമുക്ക് പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു അടയ്ക്കപ്പെട്ട അനുഭവമായിരുന്നു. നമുക്ക് വെളിയിൽ പോകുവാനോ കൂട്ടായ്മ ആചരിപ്പാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. എന്നാൽ മാനസികമായിട്ടുള്ള ഈ ശാരീരികമായ പീഡനങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല. എൻ്റെ മാതാപിതാക്കളിൽ നിന്നാണെങ്കിലും സഹോദരങ്ങളിൽ നിന്നാണെങ്കിലും ഒരിക്കലും എന്നെ ഒരു ഒരു മണ്ണുകൊണ്ട് നുള്ളിയിട്ട് പോലും എന്നെ വേദനിപ്പിച്ചിട്ടില്ല ആ വിഷയത്തിൽ. പക്ഷേ എനിക്ക് മാനസികമായിട്ട് പീഡയായിരുന്നു. ഞാൻ ഓർക്കും, എന്നെ ഒന്ന് അടിച്ചിരുന്നെങ്കിൽ ഞാൻ ഓർത്തിട്ടുണ്ട്. കാരണം മാതാപിതാക്കളാണ് ദുഃഖം അനുഭവിക്കുന്നത്. രാത്രി ഉറക്കത്തിൽ എൻ്റെ അനിയത്തി എന്നെ, അന്ന് എൻ്റെ വീട്ടിൽ അനിയത്തി മാത്രമേ ഉള്ളൂ, 2 അനിയത്തിമാരേ ഉള്ളൂ. മൂത്തവർ 3 പേരും, അത് ചേച്ചിയെ കല്യാണം കഴിച്ചു. മൂത്ത ബ്രദർ മിലിറ്ററിയിലാണ്, മറ്റേ ബ്രദർ എറണാകുളത്ത് ഒരു ജോലിയുള്ള ബന്ധത്തിലാണ്. അപ്പം രാത്രിയിൽ വാപ്പായും ഉമ്മായും ചാടി എണ്ണീക്കിട്ട് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ പറ്റിയല്ലോ എന്ന് പറഞ്ഞിട്ട് വേദനയാണ്. ഇത് കേട്ടോണ്ട് എൻ്റെ അനിയത്തി എനിക്ക് എഴുതും, നീ ഇങ്ങനെ ചെയ്യരുത്, മാതാപിതാക്കളെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്, നീ കല്യാണം കഴിഞ്ഞിട്ട് ഏതെങ്കിലും വിശ്വാസം സ്വീകരിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എഴുതും. അതൊക്കെ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര പീഡയായിരുന്നു. ഞാൻ ഓർത്ത്, കർത്താവേ, എനിക്കറിയാം ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. ആ സാഹചര്യങ്ങളിൽ ഞാൻ ഓർക്കും, അവർക്ക് അന്ന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതെനിക്ക് എന്നത്തേക്കൊരു വലിയ വേദനയായിരുന്നു. പക്ഷെ അതിനൊന്നും ദൈവം ഇടയാക്കിയില്ല. ദൈവം അതൊന്നും ഇടയാക്കില്ല. എൻ്റെ ഒരു വലിയ പ്രാർത്ഥനയായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ വളരെ കഷ്ടം അനുഭവിച്ച് ഞങ്ങളെ വളർത്തിയത്. ഞങ്ങളെല്ലാവരും നല്ല അധ്വാനിച്ചാണ് എല്ലാവരും ജീവിച്ചത്. അപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്, എൻ്റെ മാതാപിതാക്കളെ ഒരിക്കലും വിഷമിപ്പിക്കരുത്, എൻ്റെ മാതാവിനെ ഒരിക്കലും വിഷമിപ്പിക്കരുതെന്ന് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുപോലെ എൻ്റെ മാതാവിനെ നല്ലതായിട്ട് എനിക്ക് പഠിച്ച് ജോലിയൊക്കെ കിട്ടി എൻ്റെ മാതാപിതാക്കളെ നല്ലതായിട്ട് നോക്കണം, ഇതൊക്കെയായിരുന്നു ആഗ്രഹം. ദൈവകൃപയാൽ മക്കളെല്ലാവരുടെയും നന്മ അനുഭവിപ്പാൻ മാതാപിതാക്കളെ ദൈവം സഹായിച്ചു. ഈ വാർദ്ധക്യം വരെയും കർത്താവ് അവർക്ക് ആയുസ്സും ആരോഗ്യം കൊടുത്തു. ഈ നന്മ, എല്ലാവരുടെയും നന്മ അനുഭവിപ്പാൻ വളരെ സന്തോഷത്തോടെ അവസാന കാലഘട്ടത്തിലൊക്കെ മാതാപിതാക്കൾക്ക് ഒന്നിനും ഒരു മുട്ടില്ലാതെ വളരെ സന്തോഷത്തോടെ ജീവിപ്പാൻ കർത്താവ് അവസരം നൽകി. അന്ന് എനിക്ക് ശാരീരികമായ പീഡയല്ല, മാനസികമായ പീഡയായിരുന്നു. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരു പക്ഷേ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക. അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ബുക്കുകളൊക്കെ വായിച്ചിട്ടുണ്ട്. ഒരു മിൽക്ക് ഷേക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു ബുക്കൊക്കെ ഞാൻ വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്, അവർ കടന്നുപോയ പീഡകളൊക്കെ. പക്ഷെ അങ്ങനെ ശാരീരികമായ ഒരു പീഡ എനിക്കുണ്ടായിട്ടില്ല. എന്നെ ഓക്കെ. ഒരു നുള്ളിപ്പോലും ആരും എന്നെ നോവിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ സഹോദരൻ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഗണ്ണ് കൊണ്ടുവരും, നിന്നെയും കൊല്ലും, എല്ലാവരെയും കൊല്ലും എന്നൊക്കെ. അത് ആ ഒരു മാനസിക സമ്മർദ്ദത്തിൽ പറഞ്ഞതാ. പക്ഷേ ശാരീരികമായ ഒരു ക്ലേശവും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ മാനസികമായിട്ട് അതൊക്കെ എന്നെ മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവസഭയുടെ പ്രാർത്ഥനയാണ്. വളരെയേറെ ദൈവമക്കളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മൾ ഒരാളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു പക്ഷേ ഇച്ചിരിയും കൂടെ എളുപ്പമായിരിക്കും. പക്ഷെ അവരെ നിലനിർത്തുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർക്ക് വളരെ പ്രാർത്ഥനാ സപ്പോർട്ടും, ഈവൻ എൻ്റെ വിവാഹം നടക്കുന്നിടം വരെയും എൻ്റെ ഈ പാസ്റ്റർമാർ വിവാഹം നടക്കുന്നിടം വരെ എന്നല്ല, ഇന്ന് വരെയും അവരെനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ ഞാൻ പറയുകയാണ്, നമ്മളൊരു ഒരു സാഹചര്യത്തിൽ എത്തിക്കുന്നിടം വരെ അവർ വളരെ അധ്വാനിച്ചിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു 40 വർഷത്തിന് മുമ്പ് ഒരു മുസ്ലിം കുട്ടി വിശ്വാസത്തിലേക്ക് വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ടാണ്. ഇന്ന് ഒത്തിരി പേര് വിശ്വാസത്തിലേക്ക് വരുന്നവരുണ്ട്, വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നവരുണ്ട്. അവർ ഒരു വിവാഹം ആലോചിച്ചാൽ തന്നെ അന്നൊക്കെ ഒരു മുസ്ലിമിനെ വിവാഹം കഴിക്കാൻ പലർക്കും പേടിയാ. കാരണം വീട്ടുകാരെങ്ങനെയുള്ളവരാണെന്ന് അറിയത്തില്ല, കൊന്നുകളയുമോയെന്ന് അറിയത്തില്ല. അതൊക്കെ ഒരു പേടിയായിരുന്നു. പക്ഷേ ദൈവം എല്ലാം നന്നായി ചെയ്തു. അതാ പറഞ്ഞ, ദൈവം എല്ലാം നന്നായി ചെയ്തു. ദൈവം ജീവിതത്തിലെല്ലാം നന്നായി ചെയ്തു. അതുപോലെ അരോമ ടി വിയിലൂടെ ധാരാളം മുസ്ലിം സഹോദരങ്ങള് അമ്മാമ്മയുടെ സാക്ഷ്യം കേൾക്കുന്നുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? ഒന്ന് ചുരുക്കം വാചകങ്ങളൊന്ന് പറയാം.
ഞാനതാ പറഞ്ഞ എനിക്ക് നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളെയും വെച്ചിട്ട് നമ്മൾ ഇതാ സത്യം എന്ന് പറഞ്ഞു ഇരിക്കും. അല്ലെങ്കിൽ നമുക്ക് പേടിയാ, അയ്യോ ഞാൻ ഇതിലോട്ട് പോയാൽ എങ്ങനെയായിരിക്കും, അങ്ങനെ ഒരു ചിന്തയുണ്ട് നമ്മൾ. പക്ഷേ സത്യം ഒന്നേ ഉള്ളൂ, അതും ഇതും സത്യമല്ല, ഒരു സത്യമേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ദൈവത്തിനോട് ഒന്ന് പ്രാർത്ഥിക്കുക, ഒരു സത്യദൈവമുണ്ട്, ആ സത്യദൈവത്തെ അന്വേഷിപ്പാൻ എനിക്ക് കൃപ തരണം, അല്ലെങ്കിൽ ആ സത്യദൈവത്തെ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ ഞാൻ ചിന്തിക്കുന്നു തീർച്ചയായിട്ടും ദൈവം ആ സത്യം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. കാരണം ഒരു സത്യമേ ഉള്ളൂ, ഏക സത്യദൈവം യേശുക്രിസ്തുവാണ്. ആ ഏക സത്യദൈവത്തെ വിശ്വസിപ്പാൻ നിങ്ങൾക്ക് ഭാഗ്യം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മുസ്ലിംസും എല്ലാവരും, ലോകത്തിലുള്ള സകലരും, മുസ്ലിംസിന് മാത്രം എല്ലാവരും യേശുക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിയുവാൻ. ഇപ്പം നമ്മൾ പറയുമ്പോൾ ക്രിസ്ത്യാനികൾ പല മതസ്ഥരുണ്ട്, ഇത്. പക്ഷേ യേശു ക്രിസ്തുവിന് കൊടുക്കുന്ന സ്ഥാനം എന്താണെന്നുള്ളത് നമുക്ക് പലർക്കും അറിയാവുന്നതാണ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, പല ക്രിസ്ത്യാനികൾ തന്നെ ഒരു മാതാവിന് കൊടുക്കുന്ന സ്ഥാനം പോലും യേശു ക്രിസ്തുവിന് കൊടുക്കാറില്ല. അവരുടെ പ്രാർത്ഥനയിലെല്ലാം മാതാവാണ് മുമ്പിൽ നിൽക്കുന്നത്. അതൊക്കെ ഞാൻ കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഹൃദയത്തിൽ ചിന്തിക്കാറുണ്ട്, കൂടെ വർക്ക് ചെയ്യുന്നവരുടെ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ. പക്ഷേ സത്യം ഒന്നേ ഉള്ളൂ, ഏക സത്യ ദൈവം യേശുക്രിസ്തു മാത്രമാണ് ദൈവം. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, നമ്മൾ ഈ ലോകത്തിലെ ഏത് മതത്തെ എടുത്തു നോക്കിയാലും അങ്ങോട്ട് കൊടുത്ത് പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് ദൈവത്തിന് വേണ്ടി കൊടുക്കുക, അത് ചെയ്താൽ ഇത് ചെയ്താൽ ദൈവം പ്രസാദിക്കുമെന്ന്. എന്നാൽ യേശുക്രിസ്തു സ്വന്തം ജീവൻ നൽകി മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നതാണ്. അതായത് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് മനുഷ്യർക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രമാണ്. മറ്റുള്ളവരൊക്കെ ഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ഇങ്ങനെ ഉണ്ടായ ദൈവങ്ങളാണ്. ഇത് അങ്ങനെയല്ല, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവമാണ്, മനുഷ്യന് വേണ്ടി കൊടുത്ത ദൈവമാണ്. ഇന്ന് ഞങ്ങൾ ദൈവവചനം കേട്ടപ്പോഴിങ്ങനെ പറയായിരുന്നു, ദൈവവചനത്തിൽ അതായത് ദൈവം മനുഷ്യനെ സ്നേഹിച്ചത് എങ്ങനെയാന്ന് യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നത് പോലെ നമുക്ക് വേണ്ടി നൽകി തരുമായിരുന്നു. യേശുക്രിസ്തുവിനെ ഇങ്ങനെ നൽകി തരുവാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും അത് നമുക്ക് വേണ്ടി തകർക്കപ്പെടുമായിരുന്നു. നമ്മൾ പാപികളായിരിക്കുമ്പോൾ, നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ, നമ്മൾ ദോഷികളായിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വന്നു. മറ്റുള്ളവരൊക്കെ നന്മ ചെയ്ത്, അതായത് ദുഷ്ടരെ നിഗ്രഹിക്കാനും ശിഷ്ടരെ ചേർക്കുവാനും അങ്ങനെയാണ് മറ്റുള്ള ദൈവങ്ങളൊക്കെ പഠിപ്പിക്കുന്നെങ്കിൽ യേശുക്രിസ്തു ദുഷ്ടന്മാരെയും പാപികളെയും ദോഷികളെയുമായവരെയാണ് സ്നേഹിച്ചത്, അവർക്ക് വേണ്ടിയാണ് ഇറങ്ങി വന്നത്. അങ്ങനെ യേശുക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളെന്ന് ഞാൻ പറയുകയാണ്. അത് നിങ്ങളുടെ അനുഭവത്തിൽ അന്ന് അനുഭവിക്കാൻ വേണ്ടി ഒരു വാക്ക് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. യേശുവേ, എനിക്ക് ഈ രക്ഷയൊന്ന് അനുഭവിച്ചറിയണം, എന്നെ അതിന് സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം വഴി ഒരുക്കും, ദൈവം സഹായിക്കും, ദൈവം അത്ഭുതകരമായിട്ട് നിങ്ങളെ വഴി നടത്തും. ഇത്രയും എനിക്ക് പറയാനുള്ള. എല്ലാവരോടും, മുസ്ലിം സഹോദരങ്ങളോട് മാത്രമല്ല എല്ലാ സഹോദരങ്ങളോടും ദൈവം നിങ്ങളെ ആ ക്രിസ്തുവിലൂടെ നിത്യതയിലേക്ക് ചേർക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം അതിന് വഴിയൊരുക്കട്ടെ. സ്തോത്രം. പ്രാരംഭത്തില് കുട്ടിക്കാലത്തെ ഓർമ്മകൾ പറഞ്ഞപ്പോൾ ഉമ്മയോട് ചോദിച്ച ഒരു ചോദ്യമാണ്, ചുറ്റുപാടുകളിലെ സാഹചര്യങ്ങൾ കണ്ടിട്ട് ദൈവം എന്തുകൊണ്ട് പക്ഷപാതം കാണിക്കുന്നു? ദൈവത്തിന് എല്ലാവരെയും ഒരുപോലെ സൃഷ്ടിച്ചാൽ മതിയായിരുന്നല്ലോ, ഒരുപോലെ എല്ലാവർക്കും നന്മകളും സാഹചര്യങ്ങളും കൊടുത്താൽ മതിയായിരുന്നല്ലോ, അതാണല്ലോ ദൈവം ചെയ്യേണ്ടിയിരുന്നത് എന്നൊരു സംശയം ഉള്ളിൽ വന്നിട്ട് ഉമ്മയോട് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞ മറുപടിയിൽ അന്ന് സംതൃപ്തിയായിരുന്നു. തീർച്ചയായിട്ടും അന്ന് ആ സാഹചര്യത്തിൽ നമ്മൾ സംതൃപ്തരല്ല. കാരണം കൊച്ചു കുട്ടികളെന്നുള്ളത് നമുക്ക് കളിക്കണം, ഓടി നടക്കണം, അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് ഇടണം, നല്ല ഭക്ഷണം കഴിക്കണം, ഇതൊക്കെ ഏതൊരു കുട്ടികളുടെയും പോലെ ആഗ്രഹമാണ്. അന്ന് കുറച്ച് പേരൊക്കെ സൂചിച്ച് അവർക്ക് വേറെ ജോലിയൊന്നും ചെയ്യേണ്ട, നമ്മൾ കളിക്കേണ്ട സമയത്ത് അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അതൊക്കെ നമുക്ക് വിഷമമാണ്. പക്ഷേ ഉമ്മ പറഞ്ഞപ്പോൾ ദൈവത്തെ വിളിക്കാൻ വേണ്ടി, അപ്പം ശരിയാ, ഞങ്ങൾ ചുറ്റുപാടുകളിൽ ഞങ്ങളെക്കാളും താണ നിലയിലുള്ളവരുണ്ട്, അവരെ നോക്കുമ്പോൾ അവരെക്കാളും ബെറ്റർ ആണല്ലോ നമ്മളെന്ന് ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മൾ ഈ ലോകത്തിൽ കുറേ സൂക്ഷിച്ച് ജീവിക്കുന്നതോ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിലോ അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും ദൈവത്തിന് മുൻസ്ഥാനം കൊടുത്ത് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ സ്വത്ത് കൂടുതലുണ്ടെന്ന് വിചാരിച്ച് അവർക്ക് സമാധാനം ഉണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ സ്വസ്ഥത ഉണ്ടാകണമെന്നില്ല. സമാധാനവും സ്വസ്ഥതയുള്ള ഒരു ജീവിതം, ദൈവത്തോട് കൂടെയുള്ള ഒരു ജീവിതമാണെങ്കിൽ അതാണ് സ്വർഗം, അതാണ് സംതൃപ്തി, അതിലാണ് സന്തോഷം.
അത് ഉമ്മ ഞാൻ പിന്നെ മനസ്സിലാക്കുന്നത്. ഉമ്മ പറഞ്ഞ ഒരു മറുപടി ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു. ആ, എല്ലാവരെയും ഒരുപോലെയാണ് ആക്കുന്നതെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാൻ അല്ലെ ദൈവത്തെ കണ്ടെത്തുവാൻ വെച്ച് ആരും തയ്യാറാകുകയില്ല എന്ന് ഉമ്മ പറഞ്ഞ മറുപടിയിൽ പറഞ്ഞു. അത് ശരിക്കും മനുഷ്യനെ ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എല്ലാവരെയും ഒരുപോലെയാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും മനുഷ്യൻ ഒരിക്കലും ദൈവത്തെ അന്വേഷിക്കുവാനോ അന്വേഷിക്കത്തില്ല. ദൈവത്തെ ആരാധിക്കുവാനോ തയ്യാറാകുമായിരുന്നില്ല. അപ്പോ ഇന്ന് ഭൂമിയിൽ വ്യത്യസ്ത ജീവിതാനുഭവങ്ങളിലും സാഹചര്യങ്ങളിലും ഒക്കെ മനുഷ്യനെ ആക്കിയിരിക്കുന്നതിന്റെ പിന്നിലുള്ളതായ ദൈവീയ ഉദ്ദേശം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നവരായിട്ട് മനുഷ്യൻ മാറുക എന്നുള്ളതാണ് ഒരു സത്യം അതിനകത്ത് മറഞ്ഞു കിടക്കും. അപ്പൊ ആ സത്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഉള്ള കഷ്ടതകള് ദൈവത്തെ അറിയാൻ വേണ്ടിയിട്ടാണെന്ന് തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുകയാണ്. ദൈവത്തെ കണ്ടുമുട്ടിയാൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കുകയും ദൈവം നമ്മളെ സഹായിക്കുകയും ദൈവം നമ്മളെ വഴി നടത്തുകയും ആ ഒരു ദൈവീയ സന്തോഷത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മാനുഷികമായിട്ട് എല്ലാവർക്കും ഭൗമികമായി സാമ്പത്തികമായി എല്ലാ നല്ല ഉയർച്ചകളും നല്ല സാഹചര്യങ്ങളും ഒക്കെ ആണെങ്കിൽ പിന്നീട് ദൈവത്തെ വേണ്ട എന്നുള്ള ഒരു നിലപാടാണ് സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ ഇടയിൽ കണ്ടുവരുന്ന ഒരു പ്രവണത എന്നത്. ശരിക്കും അതിൽ നിന്ന് വ്യത്യസ്തനായി മനുഷ്യൻ ജീവിക്കണം, ദൈവത്തെ അന്വേഷിക്കുന്നവരാകണം എന്നുള്ളതാണ് ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നുള്ളതാണ് ഉമ്മ പറഞ്ഞ ആ ഒരു കണ്ണു തുറപ്പിക്കുന്ന ആ ഒരു മറുപടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതങ്ങനെയല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തെ അറിയുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഓക്കെ, അവിടെ മതമല്ല വിഷയം. അവിടെ ഏത് കുടുംബത്തിൽ ഏത് സാഹചര്യത്തിൽ നമ്മൾ ആയിരിക്കുന്നു എന്നുള്ളതല്ല വിഷയം. പകരം വാസ്തവത്തിൽ ദൈവത്തെ നമ്മൾ എന്തായിത്തീരണോ എന്നുള്ളതാണ് നമ്മളായിരിക്കുന്ന സാഹചര്യം കൊണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിലേക്ക് വരേണ്ടത് എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അരോമ ടി വിയിലെ ഓരോ പ്രേക്ഷകരും ഈ വസ്തുത മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് നിങ്ങളായിരിക്കുന്നത് ഒരു പക്ഷെങ്കിൽ വളരെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും രോഗവും ദുഃഖവും പട്ടിണിയും ഒക്കെ നിറഞ്ഞതായിരിക്കാം. ഒരു പക്ഷെങ്കിൽ സാമ്പത്തികമായി നല്ല മെച്ചപ്പെട്ട നിലവാരം ഉള്ളവരായിരിക്കാം. അപ്പോൾ തന്നെ ജീവിതത്തിൽ കുടുംബത്തിനകത്ത് സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി വസ്തുക്കൾക്കും അടിമയായി, അല്ലെങ്കിൽ നിരന്തരം ചികിത്സയ്ക്ക് വിധേയായി രോഗിയായി സമാധാനമില്ലാതെ, അല്ലെങ്കിൽ മക്കളെ കൊണ്ട് പ്രതീക്ഷിച്ചതുപോലെ സന്തോഷമില്ലാതെ, ഭാര്യയെ കൊണ്ടോ ഭർത്താവിനെ കൊണ്ടോ പ്രിയപ്പെട്ടവരെ കൊണ്ടോ ഒരു സമാധാനമില്ലാതെ തകർന്ന ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ അനാഥത്വം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇതിൻ്റെ എല്ലാ ആത്യന്തികമായ ദൈവിക ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നു, ദൈവത്തിങ്കിലേക്ക് നമ്മൾ മടങ്ങി വരിക എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഈ സത്യം നിങ്ങൾ തിരിച്ചറിയുവാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ഒരു ദൈവീയ ഇടപെടല് കർത്താവിൻ്റെ ദാസി റസ്യത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, ആ ദൈവീയ സമാധാനം, ആ ദൈവീയ സന്തോഷം ഉണ്ടാകുവാൻ ഇടയായിത്തീരും. മതം എന്ന ഒരു മതിൽക്കെട്ടിനപ്പുറത്ത് അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവവുമായുള്ളൊരു ബന്ധത്തിൽ വരുമ്പോൾ മതം ഏതുമല്ല, മനുഷ്യനാണ് അവിടെ പ്രസക്തി. നാം ആ ഒരു നിലയിലേക്ക് ചിന്തിക്കുവാൻ തയ്യാറാകുമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് കേട്ട ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരും അതിനായി സഹായിക്കുമാറാകട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ഏത് പ്രതിസന്ധിയുടെ നടുവിലായിരുന്നാലും, നിങ്ങൾ രോഗത്താൽ, ഭാരത്താൽ, ദുഃഖത്താൽ കഷ്ടമനുഭവിക്കുന്ന വ്യക്തിയായിരുന്നാലും, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിങ്ങളെ സഹായിക്കുവാൻ കഴിവുള്ള, നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് സർവശക്തനായ ദൈവമെന്ന് തിരിച്ചറിഞ്ഞ് ദൈവസേനയിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? നിങ്ങളുടെ ഹൃദയം കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഒന്ന് തുറന്നു കൊടുക്കുമോ? നിങ്ങൾ കണ്ണുകൾ അടയ്ക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളോടുകൂടി ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു നിങ്ങളെ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. ആരും എന്നെ കേൾക്കാനില്ല, ആരും എന്നെ സ്നേഹിപ്പാനില്ല, ആരും എന്നോട് ഇപ്പോൾ ഇരിപ്പാൻ ആരുമില്ല എന്നൊരു പക്ഷങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ യേശു നിങ്ങൾക്കെല്ലാമായി തീരുവാൻ തക്കവണ്ണം പര്യാപ്തമാണ്. ആ വസ്തുത തിരിച്ചറിഞ്ഞ് ദൈവസേന നിങ്ങളെ തന്നെ സമർപ്പിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു നിങ്ങളോട് സംസാരിക്കുന്നത്, യേശു നിങ്ങളോട് അടുക്കെ ഇരിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയോ?
തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം: കർത്താവായ യേശുവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ഹൃദയം യേശുവിന് വേണ്ടി ഇതാ ഞാൻ തുറക്കുന്നു. എൻ്റെ ജീവിതം, എൻ്റെ ഭവനം യേശുവിന് വേണ്ടി തുറക്കുന്നു. എന്നെ തന്നെ മുറ്റുമായി ഞങ്ങളുടെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നുവെന്ന് ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ റസിയത്താൻറ്റി ഇപ്പോൾ അരോമ ടിവിയിലെ ശ്രോതാക്കൾക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥനയിൽ സഹായിക്കും. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. നല്ല സമയത്തിനാ നന്ദിയോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കുന്നു. കർത്താവേ, പ്രിയ ദേവദാസനും ഹാലേലുയാ, ഹാരമറ്റിമിയിലെ ടിവിയിലെ ഹാലേലുയാ സ്തോത്രം പ്രേക്ഷകരുമായിട്ട് അടിയങ്ങൾ പാതപിടുത്തെങ്കിൽ അടുത്തു വരുന്നു. കർത്താവേ സ്തോത്രം, ഞങ്ങൾ ഹാലേലുയ സംസാരിച്ചത്, ഞങ്ങൾ ഹാലേലുയ കേൾപ്പിച്ചത് വചനങ്ങൾ കർത്താവേ, അത് ഹാലേലുയ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. പ്രേക്ഷകരെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരേത് സാഹചര്യങ്ങളിലൂടെ കടന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. എന്നാൽ സ്വർഗത്തിലെ അപ്പച്ചൻ അവരെ മനസ്സിലാക്കുന്നതിനായി സ്തുതിക്കുന്നു. അവരുടെ ഹൃദയ വിചാരങ്ങൾ, അവരുടെ ഭാരങ്ങൾ, അവരുടെ വേദനകൾ, കർത്താവ് അവരായിരിക്കുന്ന സാഹചര്യങ്ങൾ ദൈവം നന്നായി അറിയുന്നതിനായി സ്തുതിക്കുന്നു. ദൈവസാന്നിധ്യം അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ, അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ. ദൈവം അവരെ വിടുവിച്ചെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് സാഹചര്യത്തിലും പ്രവർത്തിപ്പാൻ സർവശക്തനായ ദൈവം മതിയായ ദൈവമായിരിക്കാൽ സ്തോത്രം. ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരുന്ന് അവരെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ അവരെ മറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദേവദാസിനെ കുടുംബായ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അരോമ ടിവി ഹാലേലൂയ ചാനലിലെ എല്ലാ പ്രവർത്തകരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ ശ്രേഷ്ഠമായ രീതിയിൽ. കർത്താവ് അനേകരുടെ അടുക്കലേക്ക് ദൈവവചനം കടന്നു എന്ന് കർത്താവിനേർക്ക് വിടുതലാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലമുള്ള കരങ്ങളടിങ്ങളെ സമർപ്പിക്കുന്നു. അടിയനെ താഴ്ത്തുന്നു. സകലവും ഞങ്ങൾക്ക് ആ ജീവനെ തന്നെ യേശു രക്ഷന്റെ അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. തോന്നി കേൾക്കണം സ്വർഗപിതാവേ. ആമേൻ. താങ്ക് യു പ്രിയ റസിയത്താൻറ്റി. ഇത്രത്തോളം സമയം അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിച്ചതിന് കർത്താവിൻ്റെ ദാസികളോട് നന്ദിയും സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങൾ ഇത്രത്തോളം സമയം ശ്രമിച്ചുകൊണ്ടിരുന്ന ഓരോ ശ്രോതാക്കളുള്ളതായ നന്ദിയും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക, വാട്സപ്പ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സാക്ഷ്യം ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അവരും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ കൂടിയായിത്തീരും. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. മാറാനാഥ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട മൊബൈൽ നമ്പർ ഇന്ത്യ 8759592020. ഇമെയിൽ aromamatrimony2020@gmail.com.